$2000 കോടി കൊണ്ട് വീടുണ്ടാക്കുന്ന ലോക കോടീശ്വരന് നാളെ ആഖിറത്തിൽ ഒരു സ്വർഗത്തിന് വേണ്ടി 1000 കോടി അങ്ങ് കൊടുക്കാൻ വല്ല മടിയുമുണ്ടോ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാൾക്കും ഓഫർ ചെയ്യാൻ പറ്റാത്ത ശക്തമായ ഓഫർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മക്കക്കാരനായ കഅബിന്റെ തല മുറിച്ചു കൊണ്ടുവരുന്നവന് ബദൽ സ്വർഗം തന്നെ നൽകാം മുഹമ്മദ് മുസ്തഫ. കേട്ട സ്വഹാബാക്കൾ 4 ഭാഗവും ചെതറിയോടുകയാണ്. എവിടെയാണ് കഅബ്? കഅബ് ചെയ്ത തെറ്റെന്താണ്? അള്ളാന്റെ റസൂല് തലയ്ക്ക് വില പ്രഖ്യാപിക്കാൻ മാത്രം കഅബ് ചെയ്ത തെറ്റെന്താണ്? മക്കയുടെ തെരുവോരങ്ങളിൽ, മക്കയുടെ ചുമരുകളിൽ റസൂലുള്ളാഹിനെ പറ്റി വളരെ വൃത്തികെട്ട ഭാഷയിൽ പദ്യം എഴുതി പ്രദർശിപ്പിക്കുക, സാഹിത്യ ഭാഷയിൽ റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞ് പദ്യങ്ങൾ ഉണ്ടാക്കുക, മക്കയുടെ തെരുവിൽ ആളുകൾ കേൾക്കത്തക്ക രൂപത്തിൽ ഉറക്കെ റസൂലുള്ളാഹിനെ പദ്യാലാപനം നടത്തി തരം താഴ്ത്തിക്കളയുക, സിദ്ദീഖുൽ അക്ബറിനെ കള്ളനായി ചിത്രീകരിക്കുക, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊള്ളക്കാരനായി ചിത്രീകരിക്കുക, അങ്ങനെ സ്വഹാബാക്കളൊക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പദ്യങ്ങള് മക്കയുടെ തെരുവോരങ്ങളിൽ തലം പിടിച്ചപ്പോ സഹാബത്ത് റസൂലുള്ളാഹിനോട് അവലാതി പറഞ്ഞു, കഅബിനെതിരെ ഒരു സറണ്ടർ വാറണ്ട് പുറപ്പെടുവിക്കണോ? റസൂലുള്ളാഹി പുറപ്പെടുവിച്ച വാറണ്ട് വല്ലാത്ത വാറണ്ടാണ്. കഅബിന്റെ തല മുറിക്കുന്നവന് ബദൽ സ്വർഗമുണ്ട്. സ്വഹാബത്ത് വാളെടുത്തു. എവിടെയാ കഅബ്? താൻ കഅബുമായിട്ടുള്ള യുദ്ധത്തിൽ എങ്ങ് മരിച്ചാലും സ്വർഗം, കഅബിന്റെ തല കിട്ടിയാലും സ്വർഗം, മരിച്ചാ ഷഹീദ് എന്ന നിലക്കാ സ്വർഗം, ജയിച്ചാലോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കഅബിന്റെ തല കൊണ്ടുപോയി കൊടുത്തെന്ന നിലക്കാ സ്വർഗം. അതുകൊണ്ട് ജയിച്ചാലും മരിച്ചാലും ജനിച്ചാലും മരിച്ചാലും സ്വർഗമാണ്. കഅബിനെ പിടിക്കാൻ സ്വഹാബത്ത് 4 ഭാവവും ചിതറുകയാണ്. വിവരം മക്കയിലുള്ള കഅബ് അറിയുകയാണ്. കഅബ് തന്റെ കൂട്ടുകാരോട് കൂടി ഒരു ചെറിയ കുശലാന്വേഷണം നടത്തി. മുഹമ്മദ് തന്റെ തലക്ക് പറഞ്ഞിരിക്കുന്ന വില സ്വർഗമാണ്, ഉറപ്പാണ്. എവിടെങ്കിലും ആ ഉമറിനെ വെച്ച് കണ്ടാൽ എന്റെ ഗളച്ഛേദം നടത്തപ്പെടൂ. അതിന് മുമ്പേ എനിക്ക് മുഹമ്മദിന്റെ ഈ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷ കിട്ടണം. ഞാൻ എന്ത് ചെയ്യണം? കഅബ് ചോദിച്ചു കൂട്ടുകാരെ വിളിച്ചിട്ട്. കൂട്ടുകാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നല്ലതേ പറയുള്ളൂ. അങ്ങനെ ആയിരിക്കണം നമ്മളെപ്പോഴും. നമ്മുടെ ശത്രുക്കൾക്ക് പോലും നമ്മൾ നല്ലത് പറയുന്ന ആളാവണം. ശത്രുക്കളുണ്ടാവും, ശത്രുക്കളില്ലാത്ത ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, ഉണ്ടാവും. പക്ഷെ അപ്പോഴും ശത്രു പറയണം, അങ്ങനെയൊക്കെ ആണെങ്കിലും ബട്ട് അയാൾ നല്ല മനുഷ്യനാട്ടോ. അങ്ങനെ ഒരു അടിക്കുറിപ്പിനുള്ള വേക്കൻസി നമ്മൾ ഉണ്ടാക്കിയിടണം. അപ്പോഴാണ് നമ്മളൊരു മനുഷ്യനാകുന്നുള്ളൂ. മാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പറ്റി വളരെ മോശമായി പദ്യങ്ങൾ എഴുതുന്ന കഅബ് കൂട്ടുകാരോടുമായി ഡിസ്കസ് ചെയ്തു. ഇനി എന്ത് ചെയ്യും രക്ഷപ്പെടാൻ? മക്കയിലുള്ള കാഫിരിങ്ങൾ അവർ പറഞ്ഞു, കഅബേ, നിനക്ക് മുഹമ്മദിന്റെ സ്വഭാവം അറിയോ? മുഹമ്മദ് നബി കാരുണ്യവാനാണ്. മാപ്പ് കൊടുക്കാൻ ലോകത്ത് ഇത്രയും മുന്തിയ ഒരു സ്വഭാവ ഗുണമുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വേറെ ആരുമില്ല. അതുകൊണ്ട് നീ മദീനയിൽ അങ്ങ് പൊക്കോ, നേരിട്ട് മുഹമ്മദ് നബിയോട് ചെന്ന് മാപ്പ് പറയും, അദ്ദേഹം മാപ്പ് തരുമെന്ന് പറഞ്ഞു. കഅബിനത് വിശ്വസിക്കാൻ കഴിയില്ല. കേട്ടിരിക്കുന്നത് കൊള്ളക്കാരൻ, കേട്ടിരിക്കുന്നത് വ്യഭിചാരി, കേട്ടിരിക്കുന്നത് അക്രമി, കേട്ടിരിക്കുന്നത് കാരൻ. അതല്ലേ നമ്മളിപ്പോ വായിച്ചു കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ മാർപ്പാപ്പക്ക് പോലും ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിൽ അബദ്ധം പടഞ്ഞു പോയി. ഞാൻ മാപ്പാപ്പയെ കുറ്റം പറയല്ല, അവര് പഠിക്കണം എന്നാ പറയണത്. പഠിക്കണം. ബെനഡിക്റ്റ് 16 സ്ഥാനാരോഹണം ഏറ്റെടുത്തതിന്റെ പിറ്റത്തെ ദിവസം വത്തിക്കാൻ സിറ്റിയിൽ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞത്, ലോകത്ത് ഇത്രയധികം ഇസ്ലാമിക ശക്തി വളർന്നു വരാനുള്ള കാരണം മുഹമ്മദ് വാളുകൊണ്ട് ഇസ്ലാം മതം പ്രചരിപ്പിച്ചു എന്നാണ്. സംതിങ് റോങ്. അദ്ദേഹം വായിച്ചത് മുഴുവൻ സിയോണിസത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഇംഗ്ലീഷ് ഗ്രന്ഥത്തിന്റെ കോപ്പി വായിച്ചത് കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞു. പിന്നീട് അദ്ദേഹം ശരിക്കുള്ള ചരിത്രം വായിച്ചപ്പോൾ തിരുത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ അബദ്ധം പറ്റി, ഞാൻ മനസ്സിലാക്കിയ ആളല്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ. ലോകത്തെ എല്ലാവരും അങ്ങനെയാ പറഞ്ഞു, എല്ലാവരും അങ്ങനെ തന്നെയാ പറഞ്ഞു. കണ്ടില്ലേ നിങ്ങള്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പുസ്തകം എഴുതിയ ഒരു യുക്തിവാദി ഉണ്ട്.
യൂറോപ്പിൽ അറിയപ്പെട്ട യുക്തിവാദിയ മോറിസ് ബുക്കായി. അയാൾ എഴുതിയ പുസ്തകത്തിന്റെ പേര് മുഹമ്മദ് ദി ഇഡിയറ്റ് എന്നാണ്. ഇംഗ്ലീഷിൽ അതിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. ഇഡിയറ്റ് എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗിച്ചാൽ പമ്പര വിട്ടി ലക്കും ലഗാനും ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. ആ മോറിസ് ബുക്കായി അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഇഡിയറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു ഈച്ചയുടെ കഥയാ. ഇമാം ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഈച്ച വന്ന് വെള്ളത്തിൽ ചാടിയാല് ആ ഈച്ചനെ ഒന്ന് പൊക്കിപ്പിടിച്ച് നല്ലോണം ഈച്ചയുടെ 2 ചിറകുകളും വെള്ളത്തിൽ താഴത്തക്ക രൂപത്തിൽ മുക്കി വീണ്ടും പൊക്കി വീണ്ടും മുക്കി വീണ്ടും പൊക്കി വീണ്ടും പൊക്കി അങ്ങനെ 3 വട്ടം ഈച്ചയെ വെള്ളത്തിൽ മുക്കി ഈച്ചയെ പുറത്തു കളഞ്ഞാൽ ആ വെള്ളം ഓട്ടോമാറ്റിക് ശുദ്ധിയായി ഇപ്പൊ നിങ്ങൾക്ക് കുടിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന വെള്ളം നമ്മൾ ഫിൽട്രൈസർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ മോനെ? ഫിൽറ്ററിലൂടെ വരുന്ന വെള്ളയെ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കാവുന്ന ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ആവട്ടെ. അപ്പോ ഈച്ച എന്ന് പറഞ്ഞ എല്ലാ രോഗങ്ങളും പരത്തുന്ന ഒരു ജീവിയാ. അത് വന്ന് വെള്ളത്തിൽ ചാടി എന്ത് ചെയ്യണം? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ 1400 കൊല്ലം മുമ്പ് ഒരു സംശയത്തിനും വകയില്ലാതെ പറഞ്ഞു, ഈച്ച വെള്ളത്തിലേക്ക് വീണാൽ ആ ഈച്ചയെ 3 വട്ടം വെള്ളത്തിൽ താഴ്ത്തി മുക്കി താഴ്ത്തി ഈച്ചനെ പുറത്ത് കളഞ്ഞിട്ടേ വെള്ളം കുടിക്കാവൂ. ഇത് വലിയ വിവാദമായ കാര്യമാണ്. മോറിസ് ബുക്കായി എന്ന് പറയുന്ന യൂറോപ്യൻ യുക്തിവാദി ഈ ഈച്ചയുടെ ചരിത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിനേക്കാൾ വലിയ വിഡ്ഢി ലോകത്ത് ആരാള്ളത്? കാരണം ഈച്ച ചാടിയാൽ പിന്നെ വെള്ളം വേണ്ട ഗ്ലാസും വേണ്ട എന്ന് പറഞ്ഞ് ദൂരേക്ക് വലിച്ചെറിയാ വേണ്ടേ. പകരം ചാടിയത് ഏതായാലും ചാടി, ആ ചാടിയ ഈച്ചനെ 3 വട്ടം മുക്കിയിട്ട് ഈച്ച ജ്യൂസ് കുടിക്കണം എന്ന് പറയണ മുഹമ്മദ് നബിയുടെ തർക്കശാസ്ത്രം പാവപ്പെട്ട ബിലാലിനെ പോലത്തെ ആളുകൾക്കല്ലാതെ ആർക്കാണ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് മോറിസ് ബുക്കായി തന്റെ മുഹമ്മദ് ഇഡിയറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്തിക്കൊണ്ട് ചോദിക്കപ്പെടുകയുണ്ടായി. എന്നാൽ 1886 ആയപ്പോ ജപ്പാനിലെ വട്ടാബയിൽ ജനിച്ച ഡോക്ടർ കൈറോത്തിമീസ് എന്ന് പറഞ്ഞ മറ്റൊരു ക്രിസ്ത്യാനി, അയാൾ മുസ്ലിമല്ല, മുവഹിദല്ല, ഏകദൈവ വിശ്വാസിയല്ല, അല്ലാഹുവിന്റെ റസൂലിനെ വിമർശിക്കാൻ വേണ്ടി പുസ്തകം എഴുതാൻ തീരുമാനിച്ച മനുഷ്യനാണ്. പക്ഷേ അയാൾ ഒരു സാമാന്യ മര്യാദ കാണിച്ചു. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ വിവരമുള്ളവരോടൊന്ന് ചോദിക്കാനുള്ള സന്നദ്ധത നിങ്ങൾ കാണിക്കണം. നമുക്ക് വിവരമില്ലാത്തൊരു കാര്യങ്ങൾക്ക് അന്തിമമായ വിധി നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കരുത്. വിവരമുള്ളവരോടൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. ആ ഡോക്ടർ കൈറോത്തിമീസ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനി സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് 4 കൊല്ലം ഇമാം ബുഖാരിയെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ട് പരിശുദ്ധമായ ഹദീസ് കൊണ്ടുപോയിട്ട് ഈച്ചയെ പിടിച്ച് ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് നിരന്തരമായ പഠന ഗവേഷണങ്ങൾ നടത്തിയപ്പോ കൈറോത്തിമീസ് ഒരു സുപ്രഭാതത്തിൽ കണ്ടു ഞെട്ടിപ്പോയി. ഈച്ച എപ്പോഴോ എവിടെയോ വന്ന് വീഴട്ടെ, ഈച്ച സ്വാഭാവികമായി വീഴുമ്പോഴേക്ക് ഒരു ചിറക് കുത്തി മറ്റേ ചിറക് പൊക്കിയിട്ടാണ് വീഴുന്നത്. കുത്തി വീഴുന്ന ചിറകിലാണ് ഈച്ചന്റെ പോയിസൺ ഉള്ളത്. ഉയർത്തിപ്പിടിച്ച ചിറകിലോ ആ പോയിസനെ നശിപ്പിക്കാനുള്ള പ്രതിരോധ വാക്സിൻ മറ്റേ ചിറകിലുണ്ടല്ലോ. കൈറോത്തിമീസ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയുടെ ചിന്ത അതിന്റെ അപ്പുറത്തേക്കും പമ്പ കടന്നുപോയി. കുത്തി വീഴുന്ന ചിറകിലുള്ള പോയിസന്റെ പേരയാള് കണ്ടുപിടിച്ചു. ആ പോയിസനെ നശിപ്പിക്കാനുള്ള പ്രതിരോധ മരുന്നിന്റെ പേരും കണ്ടുപിടിച്ചു. ആ 2 പേരും ലോകത്തെ അയാൾ ഇംപ്ലിമെന്റ് ചെയ്തു. അയാൾ പറഞ്ഞു, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ലോകത്ത് മുഹമ്മദ് നബിയോളം ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ലോകത്ത് ഞാൻ കാണുന്നില്ല. നിരക്ഷര കുക്ഷിയായ, അക്ഷരാഭ്യാസമില്ലാത്ത, കോളേജിലേക്ക് പോകേണ്ട, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നേടാത്ത മുഹമ്മദ് അല്ലേ വിളിച്ചു പറയുന്നത്. ഈച്ചയുടെ ഒരു ചിറകിൽ പോയിസനാൻ, മറ്റേ ചിറകിൽ അതിനെ നശിപ്പിക്കാനുള്ള ആന്റിഡോട്ട് എന്ന് പറയുന്ന വാതകം ഈച്ചയുടെ മറ്റേ ചിറകിലുണ്ടെന്ന് ലോകത്താദ്യം പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ പറഞ്ഞപ്പോ മോറിസ് ബുക്കായി ചാവണേന്റെ മുമ്പേ
ഡോക്ടർ കൈറോത്ത് മെസ്സി ഫത്വ കൊടുത്തു. മോറിസ് ബുക്കായി വേറൊരു പുസ്തകം എഴുതിയിട്ട് പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല. ലോകത്ത് പറയാത്ത ഒറ്റ വർഗ്ഗേ ഉള്ളൂ. എന്റെ കമ്മീഷന്റെ റൂൾ പ്രകാരം പറയാൻ പാടില്ല, പക്ഷെ ഇവിടെ ഇപ്പോൾ വയലല്ല നടക്കുന്നത്. കമ്മീഷനിലെ എല്ലാവരും ഒരുപോലെ കാണണം. അപ്പോൾ കമ്മീഷനല്ല, അപ്പോൾ വയലായിട്ടാ വന്നത്. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ഒരൊറ്റ വർഗ്ഗേ ഉള്ളൂ, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും. എന്തിനധികം നിങ്ങൾ ബൈബിൾ പരിശോധിച്ചു നോക്കൂ. മത്തായി സുവിശേഷത്തിന്റെ 16-ാം അധ്യായം 20, 21, 22 വാചകം എടുത്തു പരിശോധിച്ചു നോക്കി. റസൂലുള്ളാഹിനെ പറ്റി മത്തായി എന്താ പറഞ്ഞത്? മത്തായി പറയുന്നു, ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഇത് പറയുന്നു, ഞാൻ പോവാതിരുന്നാൽ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരികയില്ല. പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ എന്നെ കൊണ്ടിരിക്ക കൊണ്ടവനോട് സാക്ഷി പറവീൻ. കാലമത്തായി ഫീ മത്തായി സുവിശേഷം. എന്താ മത്തായി പറയുന്നത്? ഞാൻ പോവാതിരുന്നാൽ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരില്ല. ആരാ പോണ്ടത്? യേശു ക്രിസ്തു, ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം പോണം. പോയാൽ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ആത്മാവ് പോലും സുരക്ഷിതനായ മനുഷ്യൻ, അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ശേഷം, ഈസാ നബിയുടെ ശേഷം റസൂലുള്ള അല്ലാതെ 500 കൊല്ലത്തിന്റെ ഇടയില് വേറെ ഒരു നബി വന്നിട്ടില്ല. വാദത്തിന് പോലും വന്നിട്ടില്ല, കള്ളനബി പോലും. കള്ളനബിമാരൊക്കെ വന്നത് റസൂലുള്ളാഹിന്റെ കാലത്തും പിന്നെയാ വന്നത്. മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളൻ, 1 നമ്പർ തേർഡ് റേറ്റ് ക്രിമിനൽ. ആ കള്ളൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ മൂപ്പരൊരു കത്ത് കൊടുത്തയച്ചു അള്ളാഹുവിന്റെ റസൂലിനെ. ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി, രാഷ്ട്രീയക്കാരുടെ പരിപാടി മൂപ്പര് കളിച്ചു. മൂപ്പരെ കത്ത് റസൂലുള്ളാഹിക്ക് എന്താ? മിൻ മുസൈലിമത്തി റസൂലില്ല ഇലാ മുഹമ്മദ് റസൂലില്ല. അള്ളാന്റെ റസൂലായ മുസൈലിമയിൽ നിന്ന് അള്ളാന്റെ റസൂലായ മുഹമ്മദ് നബിക്കുള്ള ഒരു കത്ത്. എന്താ കത്തിലുള്ളത്? മുഹമ്മദ്, നീ സൗദി അറേബ്യയിൽ അങ്ങനെ നബിയായി അവിടൊക്കെ നോക്കിക്കോ. ഞാൻ യമൻ, സുഡാൻ, ഈ ഭാഗത്തൊക്കെ ഞാനും നബി. നമ്മൾ തമ്മിൽ തർക്കും തകരാറൊന്നും വേണ്ട. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ നമുക്ക് ഈ നബി പരിപാടി ഇങ്ങനെ ഉഷാറായി നടത്താം. ചില കള്ള സന്യാസിമാരും ചില കപട ആൾദൈവങ്ങളും ചില കപട ഫാദർമാരും സമുദായത്തിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. നമ്മൾ അതിനെ എതിർക്കണം. ഞാൻ SSFന്റെ SYSന്റെ സുന്നത്തിയമാത്തിന്റെ ആൾക്കാരാണ്, DYFIക്കാരല്ല അതിനെ എതിർക്കേണ്ടത്. സമുദായത്തിന്റെ കാര്യം പറയേണ്ടത് രാഷ്ട്രീയക്കാരല്ല. നമ്മൾ പറയണം, നമ്മുടെ ഇടയിലുള്ള കള്ളനാണയങ്ങള് അത് പുറത്തു കൊണ്ടുവരാനുള്ള ഊർജവും SSFനുണ്ട്, SYSനുണ്ട്, സമസ്തക്കുണ്ട്. നമ്മുടെ കാര്യം പറയാൻ നമ്മളുള്ളപ്പോൾ മറ്റുള്ളവർക്ക് പിന്നെ ഇതിന്റെ ഇടയിൽ കയറി വരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഞാൻ തിരുവനന്തപുരത്ത് ഇവരുടെ DYFIയുടെ ഈ ആൾ ദൈവങ്ങൾക്കെതിരെ എന്നുള്ള പരിപാടിയിൽ മുഖ്യമന്ത്രിയോട് കൂടെ പ്രസംഗിക്കാൻ പോയി. എനിക്കിപ്പോൾ ആര് വിളിച്ചാലും പോകാതിരിക്കാൻ പറ്റുമോ? 73 ജാതിക്കാർ വന്ന് വിളിച്ചാലും 73 ആൾക്കാർ ആളാ. അപ്പൊ ആര് വിളിച്ചാലും പോളോ. ചെന്ന് നോക്കുമ്പോ ഒരു സ്വാമി അപ്പുറത്തിരിക്കുന്നുണ്ട്, എന്തോ ഒരു സ്വരൂപാനന്ദ ചൈതന്യ ഒരാൾ അപ്പുറത്തിരിക്കുന്നുണ്ട്, വേറൊരു ഫാദറും. ഇവരെല്ലാം അങ്ങനെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ആൾ ദൈവങ്ങൾ എതിർക്കേണ്ടതാണ്, അങ്ങനെ ആക്കേണ്ടത്, അങ്ങനെ ആക്കണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ തുടങ്ങിയ പരിപാടിക്ക് എല്ലാ ആശംസയും പിന്തുണയും കൺഗ്രാജുലേഷൻ ഞങ്ങളുടെ വക ഉണ്ട്, സമുദായത്തിന്റെ വക. എന്താ കാരണം എന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അർത്ഥം തന്നെ ആൾ ദൈവത്തിനെതിരാ. ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവനാണ്. അവൻ ആളല്ല, ആളല്ലാത്തതുമല്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആൾ ദൈവങ്ങൾക്കും ഞങ്ങൾ എതിരാണ്. അത് DYFI നടത്തിയാലും മുസ്ലിം ലീഗുകാരെ നടത്തിയാലും BJP നടത്തിയാലും ആ ആശയത്തിന് ഞങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയാണ്. ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് ലോകത്തുയർത്തിപ്പിടിക്കുന്ന മാനിഫെസ്റ്റോയാണ് ഇസ്ലാമിക മാനിഫെസ്റ്റോ. ലോകത്ത് അതിനോളം വലിയൊരു മാനിഫെസ്റ്റോ വേറെയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുറെ കള്ളന്മാര് നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെ ഔലിയാത്ത കാസർഗോഡ് ജില്ലയിൽ ഞാൻ ബാധിനി എന്ന എന്റെ വയലിന് മുഴുവാതാ. അവിടെ ആകെ ജിന്ന, മലപ്പുറത്ത് അത് വേറെ ഷെയ്ക്ക. കാസർഗോഡ് ആകെ ജിന്ന, പൊത്തിലും മുക്കിലും മൂലയിലൊക്കെ ജിന്ന. ഓരോ ബോർഡ് പ്രദർശിപ്പിക്കുക. ഹാജരാകുന്ന സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. ഞായറാഴ്ച ഒഴിവ്, മൂപ്പരിക്ക് ലീവാ. ജിന്ന എന്ന ഹാജറില്ല. ഇതിനെ നമ്മൾ എതിർക്കണം.
മറ്റവരെ കൊണ്ട് കൊടിയായി അങ്ങോട്ട് പോകേണ്ട ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. ഓരോ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും ജാഗ്രത പുലർത്തണം എന്റെ പ്രിയപ്പെട്ടവരെ. ഞങ്ങളുടെ അവിടെ ഒരു മക്ബറുടെ അടുത്ത്, ഞാൻ മക്ബറുടെ പേര് പറയണം, മക്ബറിൽ വെച്ച് കിടക്കുന്നത് വലിയ മഹാൻ തന്നെ. പക്ഷെ അവിടെ കുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങിയാലോ, എന്നാ പിന്നെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മക്ബറയിൽ മരിച്ചു കിടക്കണ വലിയ വലിയ ആൾക്കാരാണെങ്കിൽ പിന്നെ അവരെ തലക്കം പാത്തി കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരു കറാമത്താണ് കാണിച്ചുകൂടെയെന്നാ. ഒരു കറാമത്താണ് കാണിച്ചുകൂടെയെന്നാ. അത് പണ്ട് ഇ.കെ. ഹസൻ മുസ്ലിയാർ ചേകന്നൂരിന് മറുപടി പറഞ്ഞപ്പോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാരും ചേകന്നൂരും കൂടി ഇവിടെ പൊന്നാനിക്കടുത്ത മാറഞ്ചേരിയിൽ ഒരു വാദപ്രതിവാദം നടത്തുക. ചേകന്നൂരിന് ഇബ്ലീസിന് ബുദ്ധി കൊടുത്ത പോലെ അള്ള കുറച്ച് വളഞ്ഞ ബുദ്ധി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അയാൾ ആ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വക്രബുദ്ധിയോടുകൂടെ ഇങ്ങനെ വാദം നടത്തി എന്ന് പറഞ്ഞാലും അംഗീകരിക്കാതെ സുബൈ വാങ്ങിക്കൊടുക്കേണ്ട സമയമായി. എപ്പോ തുടങ്ങിയതാ? രാത്രി 10 മണിക്ക് ഒരു കട്ടൻ ചായയും കുടിച്ചു. ഹസൻ മുസ്ലിയാർ ആകെ ഭക്ഷണം കട്ടൻ ചായയും സാധു ബീഡിയ. വായതിന് ക്ഷണിക്കുമ്പോഴുള്ള ഫോർമാലിറ്റീസ് തന്നെ ഒരു കട്ടൻ ചായ ഒരു ബീഡി മദീന. അങ്ങനെ ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു മഹാനവർഗൻ സുബഹിയോടടുത്തു. ഇവൻ നിർത്തിയല്ല, വാദപ്രതിവാദം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് മറുപക്ഷത്തുനിന്ന് ചേകന്നൂർ മൗലവിയർ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? ബഹുമാനപ്പെട്ട ഔലിയാക്കളിൽ പ്രമുഖനായ ഖുതുബുൽ അഖ്താബ് മലാദുൻ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കറാമത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ, വല്ലേ തലത്തിലും എന്നെ വിളിപ്പോർക്ക് വൈകൂട ഉത്തീരോ ചെയ്യും ഞാനെന്നോവർ എന്നെ പിടിച്ചവരേതും പിടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഈ രണ്ടുപേരും മെതിമാല എന്നിട്ട് ചേകന്നൂർ മൗലവി പറഞ്ഞു, വലിയ തലത്തിലും എന്നെ വിളിച്ചോർക്ക് വായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്നല്ലേ ഹസൻ മൗലിയാരെ മൊയ്തീൻ ഷേഖ് പറഞ്ഞ്. എന്നൊരു പണിയെ നിങ്ങളുടെ മൊയ്തീൻ ഷേഖിന് കറാമത്തുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്നാണ് പൊളിഞ്ഞാറട്ടെ എന്ന് പറഞ്ഞു. 5 മിനിറ്റ് സമയം തരാം, ബഗ്ദാദിൽ നിങ്ങൾ എത്തേണ്ട ആള് എന്നും പറഞ്ഞു. 5 കഴിഞ്ഞു 10 കഴിഞ്ഞു 25 മിനിറ്റ് കഴിഞ്ഞു. ഓഡിയൻസ് ഇപ്പൊ നിരീശ്വരവാദികളും കേൾക്കാൻ വന്നിട്ടുണ്ടാവും, പകുതി ഇമാളവനും ഉണ്ടാവും, നല്ല ഇമാളവനും. അപ്പൊ കുറെ ആൾക്കാർ കണ്ട ഒന്നും സംഭവിച്ചില്ല. അപ്പൊ മൊയ്തീൻ ഷേഖിന് കറാമത്തില്ല അല്ലേ? ഇനി കറാമത്തുണ്ട് എന്ന് പറഞ്ഞ ആയത്തും ഹദീസും കിതാബും ഇബാറത്തൊക്കെ വായിച്ചിട്ട് സമർത്ഥിക്കാൻ ഇവിടെ ആർക്കാ സമയം, കേൾക്കാൻ ആർക്കാ മനസ്സ്? കണ്ടം പടിക്ക് മുണ്ടം പടിയല്ലേ വേണ്ടത്? ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ മറുപടി പറഞ്ഞു, മൊയ്തീൻ ഷേഖിന് കറാമത്തുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിഞ്ഞാടട്ടെ എന്നല്ലേ പറഞ്ഞ്. അള്ളാഹ്ക്ക് ഖുദ്റത്ത് എന്ന് പറഞ്ഞൊരു സിഫത്തുണ്ടല്ലോ, എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളയല്ലേ. എന്നാ അള്ളാഹ്ക്ക് പവർ ഉണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് കത്തട്ടെ എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് ഖുദ്റത്ത് ഉണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് കത്തട്ടെ. ഈ 5 മിനിറ്റ് അല്ലേ സമയം പറഞ്ഞത്? 25 മിനിറ്റ് സമയം കൊടുക്കാം പറഞ്ഞു. 25 മിനിറ്റ് സമയം കൊടുത്തിട്ടും സ്റ്റേജിനൊന്നും പറ്റിയില്ല. ചേകന്നൂർ എങ്ങാനും അള്ളാഹ്ക്ക് ഖുദ്റത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പ ഔട്ടാവും, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കട്ടാവും. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു, അവസാന ഹസൻ മൗലിയാർ പറഞ്ഞു, അള്ളാഹ്ക്ക് മൊയ്തീൻ ഷേഖിനും പണി, മൊയ്തീൻ ഷേഖിന് സ്റ്റേജ് പൊളിക്കലും അല്ല പണി, അള്ളാഹ്ക്ക് നമ്മുടെ സ്റ്റേജ് കത്തിക്കലും അല്ല പണി, വേറെ പണിയുണ്ട് കേട്ടോ, പണി നിർത്തി പറഞ്ഞു. അതോടുകൂടെ വാദപ്രതിവാദം അവസാനിക്കേണ്ടായി. എന്ന പോലെ ചില മുജാഹിദ് ജമാഅത്തിന്റെ ആൾക്കാർ പറയും, അങ്ങനെ മക്ബറയിൽ കിടക്കുന്ന മഹാന്മാർക്ക് വലിയ പവർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കറാമത്ത് കാണിച്ചുകൊണ്ട് ഈ അനാചാരത്തെ എതിർക്കപ്പെടാത്തത്? എന്നാൽ എത്രയോ സ്ഥലത്ത് കറാമത്തുകൾ കാണിച്ച സംഭവമുണ്ട്. കറാമത്ത് കാണിക്കേണ്ടടുത്ത് കറാമത്ത് കാണിച്ച സന്ദർഭമുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മുജാഹിദിന്റെ ഭരണം നടക്കുന്ന സൗദി അറേബ്യയിലെ മദീനയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഈജിപ്ഷ്യൻ എഴുതിയ ഒരു കിതാബുണ്ട്, താരീഖുൽ മദീന ഖദീമൻ വഹദീസൻ എന്നാണ് അതിന്റെ പേര്. മദീനയുടെ പൗരാണിക ചരിത്രവും പുരോഗമന ചരിത്രവും എന്ന് പറഞ്ഞ് മദീനയുടെ പണ്ടത്തെയും ഇന്നത്തെയും 2 ചരിത്രം എഴുതി വെച്ച കിതാബുണ്ട്. ആ കിതാബ് സൗദി ഗവൺമെന്റ് സീലടിച്ച് പ്രസിദ്ധീകരിക്കുന്ന കിതാബാണ്. ആ കിതാബിൽ ഹാറ കലാപത്തെ സംബന്ധിച്ചുള്ളൊരു അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മദീനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായ ഹാറയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം നടന്ന ഒരു വലിയ കലാപത്തിനെ സംബന്ധിച്ച്
ആ താരീഖുൽ മദീന ഖദീമൻ വ ഹദീസൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. സൗദി ഔഖാഫ് സീലടിച്ച് വിതരണം ചെയ്യുന്ന കിതാബാണത്. ആ കിതാബിൽ ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് കാണാം സഹോദരന്മാരെ. ഹാറാ കലാപം ശക്തമായ കാലത്ത് മദീനയിലുള്ള പുരുഷന്മാരൊക്കെ യസീദിന്റെ പട്ടാളക്കാരെ വെട്ടിക്കൊലപ്പെടുത്താൻ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് എന്ന് പറയുന്ന താബിഈങ്ങളുടെ നേതാവ് മഹാനുഭാവൻ രക്ഷ കിട്ടാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റൗളയുടെ അകത്ത് പോയി ഒളിച്ചുപോയി. പട്ടാളക്കാർ കലാപകാരികൾ മദീനയുടെ പള്ളി ഉപരോധം നടത്തി. പള്ളിക്ക് സീല് വെച്ചു, പൂട്ടിയിട്ടു. ചരിത്രത്തിൽ ആദ്യമായി മദീനയിലെ പള്ളിയിൽ 3 ദിവസം ബാങ്ക് വിളി നിലച്ചുപോയി. മഹാനായ സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പറയാണ്, ഞാൻ റൗളയുടെ ഉള്ളിലായിരുന്നു. പുറത്ത് നടക്കുന്ന ഒരു സംഭവവും എനിക്കറിയില്ല. സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ അസ്തമിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ആ സമയത്ത് യസീദിന്റെ പട്ടാളക്കാരിൽ കുറച്ചാളുകൾ റൗളയുടെ ഉള്ളിലേക്ക് കയറി വന്നു. എന്നെ ബലമായി പിടിച്ചു. കൊല്ലാൻ വേണ്ടി എനിക്ക് നേരെ വാളോങ്ങിയപ്പോൾ വേറെ ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, എടോ, ഭ്രാന്തില്ലാത്ത ഒറ്റ മനുഷ്യനും മദീനയിൽ ഇരിക്കുന്നില്ല. ഇയാൾക്ക് എന്തോ ഒരു മെന്റലുള്ള പോലെയുണ്ട്. അയാളുടെ മുടിയൊക്കെ ജട കുത്തിയിട്ടുണ്ട്, താടി വല്ലാതെ നീണ്ടിട്ടുമുണ്ട്. അയാള് പാവം പൊക്കോട്ടെ, ഒരു മെന്റൽ രോഗിയല്ലേ, മാനസിക രോഗിയല്ലേ, അയാളെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബിനെ വെറുതെ വിടുകയാണ്. മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് ലോക ചരിത്രത്തിന്റെ കണ്ണിയാകുന്ന സ്ഥലത്ത് യസീദിന്റെ കാലത്തുള്ള പട്ടാളക്കാർ, അക്രമകാരികളായ പട്ടാളക്കാരുടെ കുതിരകൾ കയറിയിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് മൂത്രമൊഴിച്ചു, അവിടെ കാഷ്ടിച്ചു. ഈ ചരിത്രഗ്രന്ഥം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരം നീചമായൊരു കലാപമായി കലാപം നടന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പ്രാണരക്ഷാർത്ഥം റസൂലുള്ളാഹിന്റെ റൗളയിൽ അല്ലിപ്പിടിച്ച് ഇങ്ങനെ റൗളയുടെ ചുറ്റുഭാഗത്തിരിക്കുമ്പോ തന്റെ ഫർദ് നിസ്കാരത്തിന്റെ സമയം അടുത്തുപോയി. മദീനത്തെ പള്ളിയിൽ ബാങ്കില്ല. ബാങ്ക് വിളിച്ചവന് തല കാണൂല. ബാങ്ക് വിളിക്കാൻ മദീനയിൽ ആണുങ്ങളില്ല. മദീനയിലെ പള്ളിയിലെ ബാങ്ക് വിളി നിന്നുപോയ സമയത്ത് മഹാനായ സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പറയുന്നു, റൗള ഷരീഫിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഞാൻ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അകത്തുനിന്ന് ഒരു മുഴക്കം കേൾക്കുകയാണ്. ആ മുഴക്കം അങ്ങ് ശക്തമായി വന്നപ്പോൾ ഖബറിന്റെ അകത്തുനിന്ന് കേട്ട മുഴക്കം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർദ് നിസ്കാരത്തിന്റെ സമയം വന്നപ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുന്നു. മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളി നിന്നുപോയ 3 ദിവസവും ഈ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അകത്തുനിന്ന് ബാങ്ക് വിളിക്കുന്നത് ഞാൻ എന്റെ കർണപടങ്ങളെ കൊണ്ട്, നഗ്നമായ ചെവിടുകളെ കൊണ്ട് കേട്ടു എന്ന് എഴുതിയ കിതാബ് സൗദി അറേബ്യയില് മുജാഹിദിന്റെ ഔഖാഫിന്റെ സീലടിച്ചു വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ചു പോയി എന്ന് ലോകത്തിലുള്ള ഒരൊറ്റ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നില്ല. അപ്പൊ കറാമത്ത് കാണിക്കേണ്ടടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് സഈദ് ബിനുൽ മുസയ്യിബിന് സമയം അറിയിച്ചു കൊടുക്കുന്ന ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് തന്റെ പള്ളിയിലോട്ട് കയറി വന്ന് അക്രമം കാണിക്കുന്ന പട്ടാളക്കാരെ ഒന്ന് ഒരു മുഅ്ജിസത്ത് കാണിച്ചിട്ട് ഒന്ന് കൊല്ലാമായിരുന്നില്ലേ? നമ്മൾ ആവശ്യപ്പെടുന്നതല്ല മുഅ്ജിസത്ത്, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല കറാമത്ത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം മനസ്സിലാക്കണോ, മഹാന്മാരായ ഔലിയാഇന്റെ ഖബറിന്റെ അടുത്ത് കോപ്രാട്ടിത്തം കാണിക്കുന്നവർക്ക് അവരുടെ ആഖിബത്ത് വളരെ മോശമാവുന്നതാണ്. അവർ സൂൽ ഖാത്തിമത്ത് കൊണ്ട് മരണപ്പെട്ടു പോകുന്നതാണ്. എത്രയോ മഖ്ബറകളുടെ അകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് അന്ധവിശ്വാസങ്ങൾ നടത്തുന്നുണ്ട്. അത് അഹ്ലു സുന്നത്തി വൽ
വൽ ജമാഅത്തിന്റെ അജണ്ടയിൽ പെടുത്തരുത്. അതിനെ മുസ്ലിം സമുദായത്തിന്റെ അകത്തുനിന്ന് എതിർക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണോ? ആനപൂരങ്ങൾ നടത്തുന്നത് സുന്നീസമല്ലല്ലോ. ഖബറിന്റെ അടുത്ത് അന്യ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് മറവില്ലാതെ അന്യ പുരുഷന്മാര് തലയിൽ കൊടിവെച്ചൊഴിഞ്ഞു കൊടുക്കുന്നത് സുന്നീസമല്ലല്ലോ. അതുപോലെ പരിശുദ്ധ ഇസ്ലാമിനും സുന്നികൾക്കും എതിരായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമുദായത്തിന്റെ അകത്ത് ആരൊക്കെയോ അള്ളിപ്പിടിപ്പിച്ച് കയറിയിട്ടുണ്ട്. അതിന് നിർമ്മാർജ്ജനം ചെയ്യുന്ന വിഷയത്തില് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, SYSന്റെ പ്രവർത്തകന്മാർ, SSFന്റെ പ്രവർത്തകന്മാർ രംഗത്ത് വരണം. എന്നാൽ അന്ധവിശ്വാസങ്ങളുടെ മറവില് വിശ്വാസങ്ങളെ തച്ചുടക്കാൻ അനുവദിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അന്ധവിശ്വാസങ്ങളുടെ മറവില് ആരായിരുന്നാലും വിശ്വാസങ്ങളെ തച്ചുടക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അന്ധവിശ്വാസങ്ങൾക്ക് എക്കാലത്തും എതിര് നിന്ന മതമാണ് ഇസ്ലാം. വിശ്വാസങ്ങളെ സൂക്ഷിക്കുന്ന മതവുമാണ് ഇസ്ലാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെക്കുന്നു, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കുറ്റം പറഞ്ഞവർ തിരുത്തി എഴുതിയിട്ടുണ്ട്. മോറീസ് ബുക്കായിയുടെ കഥ പറഞ്ഞത് അതിനാണ് കേട്ടോ. മോറീസ് ബുക്കായി റസൂലുള്ളാഹിനെ അവസാനം നല്ല മനുഷ്യൻ എന്ന് എഴുതപ്പെട്ടു പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായിട്ടില്ലായിരുന്നു. അന്ന് കാഫിരീങ്ങളിൽപ്പെട്ട ആളാണ്. ആ കഅബ് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മുഹമ്മദിന്റെ സ്വഭാവം എന്താണ്? ആ കാഫിരീങ്ങൾ പറഞ്ഞു, മുഹമ്മദിനോട് ഞങ്ങൾക്ക് ഒറ്റ വിരോധമേ ഉള്ളൂ, അയാൾ നബിയാണെന്ന് പറയാൻ പാടില്ല. അബൂജാഹിൽ പോലും പറഞ്ഞത് അതല്ലേ. അബൂജാഹിലിന്റെ അഭിപ്രായം എന്താ റസൂലുള്ളാഹിനെ പറ്റി? നമ്മളെ അഭിപ്രായം, നമ്മുടെ ശത്രുക്കളോട് പോയിട്ട് നമ്മളെ അഭിപ്രായം എന്താ എന്ന് ഏറ്റവും വലിയൊരു മുഖ്യ ശത്രുവിനോട് പോയിട്ട് നമ്മുടെ അഭിപ്രായം ചോദിച്ചാൽ എന്ത് പറയുന്നു? ലോകത്ത് ഇസ്ലാമിന്റെ പ്രതിപക്ഷ നേതാവാണ് ലഅനത്തുല്ലാഹി അബീ ജഹൽ. അവനോട് മക്ക മരിക്കാൻ കിടക്കുന്ന സമയം മോനെ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് അബൂജാഹിൽ ഇങ്ങനെ ചാവാൻ കിടക്കുക. ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോ സ്വഹാബത്ത് അബൂജാഹിലിന്റെ തലക്ക് വേണ്ടി ഇങ്ങനെ ഓടുക. എവിടെ അവൻ അള്ളാഹുവിന്റെ റസൂലിനെ എത്ര അധികം ദ്രോഹിച്ച് അവൻ എവിടെ, ബദറിൽ ചത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്വഹാബത്ത് ഇങ്ങനെ ഓടി നടക്കുക. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഉയരം കുറഞ്ഞ സഹാബിയാ. അദ്ദേഹം കർഷകനാണ്, ആട് നോക്കുന്ന ആളാ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തല പൊട്ടിപ്പോയ ഒരു മുടന്തൻ വാളുണ്ട്. അതും പിടിച്ചിങ്ങനെ ബദറിലൂടെ നടക്കുമ്പോ ഒരു കരിമല്ലൻ പോലത്തെ ഒരു സാധനം ഇങ്ങനെ കിടന്ന് അനങ്ങുന്നു. അന്നക്കോണ്ടയേക്കാൾ കടുപ്പുള്ള സാധനം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് എന്ന് നോക്കുമ്പോ മനുഷ്യൻ തന്നെയാ, പാറയല്ല. കാരണം ബദറിന്റെ സൈഡിലൊക്കെ പാറയും മലയൊക്കെ ഉള്ളതല്ല, അപ്പൊ ഇത് പാറയല്ല, മനുഷ്യൻ തന്നെയാ. അടുത്ത് എന്ന് നോക്കുമ്പോ സംഗതി മനസ്സിലായി, നമ്പർ 1 കേടി അബൂജാഹിൽ തന്നെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൽബിൽ സന്തോഷിച്ചു, ഇവന്റെ കഴുത്ത് മുറിച്ച എന്റെ കൂലി എനിക്ക് കിട്ടുമല്ലോ. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ലോകത്തിലുള്ള ഏറ്റവും വലിയ ഇസ്ലാമിന്റെ സദാചാര മര്യാദ അവിടെ കാണിച്ചു. അവനെ കൊല്ലാം, ഒറ്റ വെട്ടിനാണ് കൊന്നാ. റസൂൽ ചോദിക്കില്ല എന്തിനാ അബൂജാഹിലിനെ കൊന്നത്, കൊല്ലാൻ വേണ്ടി ഓർഡറിട്ട ആളാ. അല്ലാഹു റസൂലും ശപിച്ചവനാ, പേര് കേൾക്കുമ്പോ ലഅനത്ത് പറയാൻ വിധിക്കപ്പെട്ടവനാ. അവനെ പിന്നെ കൊല്ലാൻ രണ്ടാമതൊന്നും ആലോചിക്കണ്ട. പക്ഷെ ഇസ്ലാമിന്റെ കാരുണ്യം, ഇസ്ലാമിന്റെ മനുഷ്യാവകാശം അവരൊക്കെ പ്രകടിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, എടാ അബൂജാഹിലെ, നീ ഇപ്പൊ ഏതായാലും കുത്തുകൊണ്ട് കിടക്കുക, ഇപ്പൊ അന്നെ കൊല്ല ഒരു പ്രയാസമില്ല. അവസാനായിട്ടൊരു കാര്യം പറയട്ടെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതൊന്ന് കൽബിൽ ഉറപ്പിച്ച് നാക്കുകൊണ്ട് പറഞ്ഞാൽ നിനക്ക് വലിയ സ്ഥാനം കിട്ടും, നീ ഇസ്ലാമിൽ ആളാവും, ഒരു കുഴപ്പമില്ല. ഇപ്പൊ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അബൂജാഹിൽ ചാവാൻ കിടക്കുന്ന ദുഷ്ടൻ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? അത് പറയണ പ്രശ്നമില്ല, വേറെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾ തയ്യാറാണ്, അത് പറയണ പ്രശ്നമില്ല. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണത് പറയാത്തത്? മുഹമ്മദിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? അബൂജാഹിൽ പറയാണ്, മുഹമ്മദ് കള്ളു കുടിക്കൂല, പെണ്ണ് പിടിക്കൂല, നുണ പറയൂല, കളവ് നടത്തൂല, ആക്രമിക്കൂല, തൊക്കില്ല എന്ന് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്നാൽ ഖുൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൂടെ? ആ സമയത്ത് അബൂജാഹിൽ പറയാണ്, എനിക്കാകെയുള്ള മുഹമ്മദിനോടുള്ള ഒരൊറ്റ വിരോധമേ ഉള്ളൂ, ഞാനിവിടെ ഇരിക്കുമ്പോ മുഹമ്മദ് നബിയാവാൻ പാടില്ല. അബൂജാഹിലുള്ള വൈരാഗ്യത, വല്ലപ്പോഴും വല്ല ചാൻസിൽ നബി ആകുകയാണെങ്കിൽ ഞാനല്ലേ ആവണം, ആലോചിച്ചോണ്ടിരിക്കാൻ.
ഞാനിവിടെ ഇരിക്കുമ്പോൾ തലയിരിക്കുമ്പോൾ വാലാടാൻ പാടുണ്ടോ? എന്നെ പോലെ 100-300 കിലോ ഭാരം ആ അറബിയിൽ ഏറ്റവും വലിയ പടയാളിയായി അറിയപ്പെടുന്ന ഞാനിവിടെ ഇരിക്കുമ്പോ മുഹമ്മദ് എങ്ങനെയാ നബിയാവുന്നത്? അതുകൊണ്ട് മുഹമ്മദ് നബിയാവാൻ പാടില്ല ഞാനിവിടെ ഇരിക്കുമ്പോ. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇവന്റെ ഖൽബിൽ ഹിദായത്ത് അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ കൊലപാതകം ഉറപ്പാ, കൊല്ലും. അബൂജഹൽ പറഞ്ഞു കൊന്നു, എനിക്കൊന്നുമില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട ഒരുത്തനോട് അവസാനത്തെ ഒരു ചോദ്യം, എന്താ അവസാനമായിട്ട് വല്ലതും പറയാണ്ടോന്ന് ഒരു ചോദ്യം ഉണ്ടാവും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ അബൂജഹലിനോട് ചോദിച്ചു, അവസാനമായിട്ട് വല്ലതും പറയാണ്ടോ? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ഉണ്ട്. എന്താ മോനെ അവസാനമായിട്ട് പറയാനുള്ള ഇയാൾക്ക് എന്താണെന്നറിയാം അബൂജഹലിന്? 2 കാര്യം. ഒന്ന്, എന്റെ കഴുത്ത് മുറിക്കണ സമയത്ത് ബ്രോയിലർ ചിക്കനെ അറക്കുന്നത് പോലെ ഇവിടെ അറക്കരുത്, ഹൽക്കിൽ അറക്കരുത്. പിന്നെ എന്റെ കഴുത്ത് മുറിക്കുമ്പോ ഷോൾഡർ അടക്കം അങ്ങോട്ട് കേട്ടിട്ട് ഇവിടുന്ന് മുറിക്കണം. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്തിനാ ചോദിച്ചു? അതോ നിന്റെ കഴുത്ത് മുറിച്ചിട്ട് അന്റെ മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുമ്പോ അങ്ങ് ഞെട്ടട്ടെ മൂപ്പരിന്റെ തല കണ്ടിട്ട്. ആഹാ, അബൂജഹലിന്റെ തല കൊണ്ടുപോയി വെക്കുമ്പോ ഈ നൊച്ചന്റെ തല കൊണ്ടുപോയി വെക്കണ പോലെ ചെറുതാവരുത്, കുറച്ച് വലിയ തലയായിക്കോട്ടെ. അതുകൊണ്ട് ഈ ഷോൾഡർ അടക്കം മുറിച്ചു കളയണം. കണ്ടോ? രണ്ടാമത്തെ അവന്റെ വസീയത്ത്, നിന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയില്ലാത്ത കൊക്കണാങ്കത്തി വാളുകൊണ്ട് എന്റെ കഴുത്ത് മുറിക്കരുത്. എന്റെ അരയില് സ്വർണത്തിന്റെ പിടിവാള് ഉള്ള മനോഹരമായ വാളുണ്ട് അബ്ദുള്ള, അതെടുത്തുകൊണ്ട് എന്റെ കഴുത്ത് ഒറ്റവെട്ടിന് 2 കട്ടമാക്ക്. എന്നിട്ട് മുഹമ്മദിന്റെ മുന്നിലേക്ക് എന്റെ ഗലം കൊണ്ടുപോയി കൊടുക്കൂ എന്ന് നിസ്സംഗതയോടെ പറഞ്ഞ കിബറനൽ മുതകബ്ബിറായ ലഅനത്തുല്ലാഹി അബീ ജഹൽ. അവനോട് പോലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവസാനത്തെ ആഗ്രഹം വല്ലതും പറയാനുണ്ടോ? അത് ചോദിക്കാത്ത ഒറ്റ മനുഷ്യനെ ലോകത്തുണ്ടായിട്ടുള്ളൂ, ഒറ്റ രാജ്യം ഉണ്ടായിട്ടുള്ളൂ. അത് അമേരിക്കയുടെ പ്രസിഡന്റ് W. ബുഷാണ്, അമേരിക്കയാണ്. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിന്റെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈനിന്റെ കഴുത്തില് വലിയ കമ്പക്കയറിട്ട് തൂക്കിക്കൊല്ലുന്ന സമയത്ത് അവസാനമായിട്ട് സദ്ദാം ഹുസൈൻ ലോകത്തോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന്, എന്റെ മുഖത്തുള്ള മുഖമോടി വലിച്ച് മാറ്റണം. അത് പറഞ്ഞു, ഒന്നാ മാറ്റി കൊടുത്തു പട്ടാളക്കാർ. രണ്ടാമത്തെ വസീയത്ത്, എന്റെ കഴുത്തിൽ കയറിട്ട് മുരുക്കിക്കൊള്ളരുത്, വെടിവെച്ച് കൊല്ലണം. മോനെ ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ഇവിടെ ആഘോഷിക്കാൻ പോകാം. നമ്മുടെ കോളേജിൽ ആഘോഷിക്കണം. നമ്മൾ ഇന്ത്യക്കാരാ, ഇന്ത്യൻ മുസ്ലിം. ഫാത്തിഹ ഓതിക്കൊണ്ട് തുടങ്ങിയിട്ട് ജനഗണമന ചൊല്ലി അവസാനിപ്പിക്കണം. നമുക്ക് ദേശീയഗാനം പാടാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ, അതിൽ ശിർക്കും കുഫ്റും ഒന്നുമില്ല. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത, പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉൽക്കല ബംഗ, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിത രംഗ, തബ ശുഭ നാമേ ഗാഹേ തബ ശുഭ ആശിഷ മാഹേ ഗാഹേ തബ ജയ ഗാഥ, ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത, ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. ഇത് പാടിയ ഇസ്ലാമെന്ന് ഓർത്തുമില്ല. വലിയമാർക്ക് ദേശീയഗാനം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ദേശസ്നേഹമില്ലാത്തവരൊന്നല്ല, ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും ബ്രിട്ടന്റെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ മലപ്പുറത്തിന്റെ വിരിമാറിലിട്ടുകൊണ്ട് കൊല്ലാൻ വേണ്ടി വിരിച്ച രാജ്യം തൂക്കിക്കൊല്ലാനായിരുന്നു ഓർഡർ ഇട്ടത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞത് വാരിയംകുന്നത്തിനെയും കൂട്ടുകാരെയും തൂക്കിക്കൊല്ലുകയാണ്. തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോ വൈസ്രോയി ചോദിച്ചു, അന്ന് ഇവിടുത്തെ രാജ്യം ഭരിച്ചിരുന്ന ഇംഗ്ലീഷ് വൈസ്രോയി, കുഞ്ഞഹമ്മദ് ഹാജിക്ക് അവസാനമായിട്ട് വല്ലതും പറയാണ്ടോ ചോദിച്ചു. കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞത് 2 കാര്യ. ഒന്ന്, ഞങ്ങളെ തൂക്കിക്കൊല്ലുന്നതിന് പകരം മാന്യന്മാരെ വെടിവെച്ച് കൊല്ലുന്നത് പോലെ ഞങ്ങളെ വെടിവെച്ച് കൊല്ലണം പറഞ്ഞു. ഞങ്ങൾക്ക് പെടഞ്ഞു മരിക്കണം, അതിന് സന്മനസ്സുണ്ടെങ്കിൽ അത് ചെയ്താൽ തരക്കടില്ല. വൈസ്രോയി പറഞ്ഞു, തൂക്കിക്കൊല്ലണ്ട, വെടിവെച്ചു കൊല്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞത്,
രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷുകാരെ, നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലെ ഇഞ്ചിഞ്ചായി വേവിച്ചുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലേക്ക് മുഷ്ടി ചുരുട്ടി ഇരുട്ടി ഇടിച്ചുകൊണ്ട് ഞങ്ങളെ ഒന്നല്ലാതാക്കിയിട്ടുണ്ട്. അവസാനമായിട്ട് ഞങ്ങളുടെ താടിന്റെ മുകളിൽ ഒരു 5-6 രോമം കൂടി ഇരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇതൊന്ന് ഷേവ് ചെയ്ത് തന്നാൽ വളരെ നന്നായിരുന്നു എന്ന് വളരെ പുച്ഛമായിട്ട് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന വൈസ്രായി ഉത്തരവിട്ടു, ഷോട്ട് വെടിവെക്കുക കുഞ്ഞഹമ്മദിന്. വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയെയും അനുയായികളെയും വെടിവെച്ചു കൊന്നുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടെ വധശിക്ഷ നടപ്പാക്കിയത്. പക്ഷേ കൊലക്കയറിൽ കഴുത്ത് മുറിയുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് സദ്ദാം ഹുസൈൻ ചോദിച്ചു, എന്റെ മുഖമൂടി ഒന്ന് അഴിച്ചു മാറ്റണോ, എന്റെ കഴുത്തിട്ട് കൊല്ലാൻ കുരുക്കിട്ട് കൊല്ലരുത്. പക്ഷേ ലോകത്ത് മുസ്ലിമീങ്ങളോട് കഠിനമായ വിരോധം വെച്ച് പുലർത്തുന്ന അമേരിക്കയും അതിന്റെ പാവ ഗവൺമെന്റും പറഞ്ഞു, ദുൽഹജ്ജ് 10 മുസ്ലിമീങ്ങൾക്കുള്ള സമ്മാനം സദ്ദാമിന്റെ രക്തമാവട്ടെ. അയാളെ വെടിവെച്ചു കൊന്നാൽ അയാൾ മഹാനാകൂ. അതുകൊണ്ട് നാൽക്കാലികളെ കെട്ടിത്തൂക്കി കൊല്ലുന്ന പോലെ അയാളുടെ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് യാ സദ്ദാം ഇലൽ ജഹന്നം, നീ നരകത്തിലേക്ക് പോകടാ എന്ന് അപ്പുറത്ത് അമേരിക്കയുടെ പാവ ഗവൺമെന്റിനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച ഒരു സംഭവമല്ലാതെ അബൂജാഹിലിനോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണിച്ച കാരുണ്യം പോലെ സദ്ദാം ഹുസൈനോട് W. ബുഷും അമേരിക്കയും കാണിച്ചില്ല എന്നുള്ളത് ലോകചരിത്രത്തിൽ നിന്നും ക്രൂരമായി നിൽക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇവന്റെ തല മുറിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ 2 കണ്ണുകളും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. കാരണം ഒരക്രമിയാണ് കൊന്നതെങ്കിലും റസൂലുള്ളാഹിക്ക് കൊല്ലുന്നത് ഇഷ്ടമല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുപോയി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നിങ്ങൾ വലിയ സ്ഥാനത്തുള്ള ആളാണ്, നിങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. പക്ഷേ അബൂജാഹിലിനെ കൊല്ലണമെന്നല്ലായിരുന്നു നമ്മുടെ ആഗ്രഹം. അല്ലാഹു അവന് ഹിദായത്ത് നൽകാതെ പോയി. അള്ളാഹിന്റെ റസൂല് വളരെ നേരത്തെ തോരുന്നൊരു സംഭവമുണ്ട്. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, രണ്ടാലൊരു ഉമറിനെ ഒന്ന് ഹിദായത്ത് നൽകി മുസ്ലിമാക്കണം തമ്പുരാനെ. രണ്ടും കൂടി കിട്ടിയാൽ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ 2-1 തരണം. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ 40ാമത്തെ മെമ്പറായി മുസ്ലിമായി. രണ്ടാമതൊരു ഉമർ എന്ന് റസൂലുള്ളാഹിന്റെ മനസ്സിലുള്ളത് ഇവനായിരുന്നു, അബൂജാഹിലായിരുന്നു. ഹിദായത്ത് എന്ന് പറയുന്ന സന്മാർഗത്തിന്റെ വെളിച്ചം റബ്ബിന്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഒരു വെളിച്ചമാണ്. അത് നൽകപ്പെടാത്തത് കൊണ്ട് അബൂജാഹിൽ ഒരു കൊടിയ കാഫിരീങ്ങളുടെ നേതാവായി ചത്തുപോയി. കാലകാലം നരകത്തിൽ കിടക്കുന്ന വർഗശത്രുവായി മാറി. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് ആ വർഗശത്രു പോലും റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത്, മുഹമ്മദ് നുണ പറയൂല, മുഹമ്മദ് കള്ളനല്ല, വ്യഭിചാരിയല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കഅബ് തീരുമാനിച്ചു, മദീനയിൽ ചെന്ന് നബിയോട് നേരിട്ടൊന്ന് മാപ്പ് പറയണോ, മദീനയിലേക്ക് എത്തുന്നതിന്റെ ഉള്ളിൽ ആരെങ്കിലും കൊന്നുകളഞ്ഞാലോ എന്ന ഭയം കൊണ്ട് മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന പർദ വാങ്ങിയിട്ടങ്ങ് ധരിച്ചിട്ട് ഒരു കുതിരപ്പുറത്ത് കയറി ദിവസങ്ങളോളം മദീനയിലേക്ക് യാത്ര ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയുടെ ഉമ്മറത്ത് കൂടിയിരിക്കുന്ന സദസ്സിന്റെ മുമ്പിലേക്ക് അങ്ങെത്തിയപ്പോൾ കുതിരപ്പുറത്ത് കയറി നിന്നുകൊണ്ട് കഅബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പർദധാരണയായിക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, മുഹമ്മദ്, അങ്ങേക്കിപ്പ ലോകത്തെ ഏറ്റവും അധികം വൈരാഗ്യമുള്ളതാരോടാണ്, ഏറ്റവും അധികം വിഷമമുള്ളതാരോടാണ്, ഒന്ന് പറയാനൊക്കെ എന്ന് ചോദിച്ചപ്പോ കൽബിന്റെ ഉള്ളിലിരിക്കുന്നത് അള്ളാഹു അറിയിച്ചു കൊടുത്ത ലോക ജനനായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ഉച്ചൈശ്വരം പറയാണ്, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും അധികം വൈരാഗ്യമുള്ളത് മക്കക്കാരനായ കഅബിനോടാണ്. ആ ദിവസത്തിന്റെ ഉള്ളിൽ ചൂളിപ്പിടിച്ച് നിൽക്കുന്ന കഅബ് ഉച്ചൈശ്വരം വിളിച്ചു പറയാണ്, മുഹമ്മദ്, ആ കഅബിന് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് നിന്റെ കാലിന്റെ ചുവട്ടിലേക്ക് വന്നാൽ ആ കഅബിന് മാപ്പ് കൊടുക്കുമോ?
അല്ലാഹുവിന്റെ റസൂല് പറയാണ് കഅബ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് നാക്കിക്കൊണ്ട് പറഞ്ഞ് ഹൃദയത്തിൽ ഉറപ്പിച്ച് കഅബ് വന്നാൽ ആ കഅബിന് മാപ്പ് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ മുഖമൂടി അങ്ങ് വലിച്ചൂറിയിട്ട് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ ഹളറത്തിലേക്ക് ഓടി വരുമ്പോൾ ധീരനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കയ്യിലുള്ള ഊരിപ്പിടിച്ച വാളുമായിട്ട് നിന്നിട്ട് പറഞ്ഞു, ഇവൻ മുനാഫിഖാണ് നബിയേ, ഇവന്റെ കരുത്ത് വെട്ടിക്കളയണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നോ, പാടില്ല ഉമറേ, പാടില്ല. കഅബ് മുനാഫിഖല്ല, മുസ്ലിമാൻ. അയാളുടെ ഖൽബ് തൗബ ചെയ്ത് മടങ്ങി. അതുകൊണ്ട് കഅബിന്റെ രക്തത്തിനും അയാളുടെ മജ്ജക്കും മാംസക്കും ഇപ്പൊ സുരക്ഷിതത്വമുണ്ട്. കഅബിനെ അങ്ങോട്ട് കടത്തിവിടൂ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് കൊച്ചു കുട്ടികൾ കരയണ പോലെ ഇങ്ങനെ കണ്ണീരിങ്ങനെ കരയുക. എന്തിന് കരയണം? അബദ്ധം പറ്റി നബിയെ, നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെയാണല്ലോ പലരും മനസ്സിലാക്കി വരുമ്പോഴാണല്ലോ പിന്നീട് കാര്യങ്ങൾ തിരുത്തുക. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരുപാട് കാലം റസൂലുള്ളാഹിനെ പറ്റി തെറിപ്പാട്ട് പാടി 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 എഴുതിയുണ്ടാക്കിയ കവിയായ കഅബ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിനെ പറ്റി എനിക്ക് 2 വാക്ക് ഒരു നല്ല കവിത ഉണ്ടാക്കി പാടണം. ബഹുമാനപ്പെട്ട റസൂലുള്ള കവിത ആസ്വദിക്കുന്ന ആളാണ്. റസൂലുള്ള കലാകാരനാണ്, സാഹിത്യകാരനാണ്. മോനെ, അതിനൊക്കെ ധാരാളം തെളിവുകൂടെ കൊണ്ടുവരാനുണ്ട്. നമ്മുടെ സമയം വളരെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒറ്റ വാക്ക് പറയാം. റസൂലുള്ള ഏറ്റവും വലിയ കലാകാരനാണ്, കവിത ആസ്വദിക്കുന്ന ആളാണ്, സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, പ്രാസംഗികനാണ്, ധൈര്യമുള്ള ആളാണ്, സ്ഥൈര്യമുള്ള ആളാണ്. അള്ളാഹിന്റെ റസൂലിനെ വെല്ലാൻ ഒരു ക്വാളിഫിക്കേഷനും ഒരാൾക്കും അല്ലാഹു ഇന്നേ വരെ നൽകിയിട്ടില്ല. റസൂലുള്ള പറഞ്ഞു, പാടിക്കോ പാടിക്കോ, ഞാൻ ആ കവിത ഒന്ന് കേൾക്കട്ടെ. ONV കുറുപ്പിന്റെ കവിതയല്ല കഅബിന്റെ കവിത. MT വാസുദേവൻ നായരുടെ കവിതയല്ല കഅബിന്റെ കവിത. തകഴി ശിവശങ്കര പിള്ളയുടെ കവിതയല്ല കഅബിന്റെ കവിത. പ്രിയപ്പെട്ടവരെ, കഅബ് ഇബ്നു സുബൈർ ഒറ്റ കവിത അങ്ങ് പാടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച്, ഇന്നർ റസൂലല്ല സൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുനാഫിക്കാണ്, തല വെട്ടണോന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണ് നിറഞ്ഞു പോയി. സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കാരുണ്യത്തിന്റെ ഉറവ പൊട്ടിപ്പോയി. കണ്ണുകളിൽ കൂടി അശ്രുഗണങ്ങൾ ഉതിർന്നു വീണുപോയി. നബിതങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു ബഹുമാനപ്പെട്ട കഅബ്. പ്രിയപ്പെട്ടവരെ, അതാണ് ഇസ്ലാം. ലോകത്ത് റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞവര്, ഇസ്ലാമിനെ ആക്ഷേപിച്ചവര്, വസയഊദു കമാ ബദഅ, പിന്നീട് അത് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്ന ചരിത്രമല്ലാതെ ലോകത്ത് ഒരു ചരിത്രവും ഇന്നേ വരെ നിലനിൽപ്പില്ല. അവസാനം സൽമാൻ റുഷ്ദി മറുപടി ഇതാ. അടുത്ത ദിവസം സൽമാൻ റുഷ്ദി പറഞ്ഞതെന്താണ്? ഞാൻ റസൂലുള്ളാഹിനെ പറ്റി എഴുതിയതിന് ലോക മുസ്ലിമീങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഭീഷണി ഭയപ്പെട്ടുകൊണ്ടല്ല അയാൾ മാപ്പ് പറഞ്ഞത്. അയാളുടെ കൽബിൽ അറിഞ്ഞു റസൂലുള്ളാഹി തങ്ങളെ പറ്റി. അതുകൊണ്ട് അയാളെ കൽബ് മന്ത്രിച്ചു, ഞാൻ ചെയ്തത് അബദ്ധമാണ്, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത് അബദ്ധമാ, മാപ്പ് ചോദിക്കുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ റസൂലിനെ പറ്റി പറഞ്ഞത് അബദ്ധമാണ്, ഞാൻ മാപ്പ് ചോദിക്കുന്നു. മോറിസ് ബുക്കായി പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത് അബദ്ധമാണ്, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ലോകത്തുള്ള എല്ലാവരും അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം വിശ്വസിക്കുന്ന ഈ മതം, ഈ ദീന്, ഈ പ്രസ്ഥാനം, അല്ലാഹു അത് ആഖിറത്തിലേക്കുള്ള പ്രസ്ഥാനമാണ്. ദുനിയാവിൽ അതിന്റെ ഇസ്സത്ത് ഉയർന്ന പ്രസ്ഥാനമാണ്. നമുക്കെല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആഖിബത്ത് നന്നായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊണ്ട് സുജൂദിൽ കടന്ന് മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ച് എപ്പോൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ മരിക്കുമെന്ന് അല്ലാഹുവിനല്ലാതെ പറയാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ സെക്കൻഡ് മതി നമ്മുടെ കാറ്റങ്ങ് പോവാൻ, ഒരൊറ്റ ഭൂമി കുലുക്കം മതി രാജ്യം അങ്ങ് തകിടം മറിയാൻ, ഒരൊറ്റ ശ്വാസം അങ്ങ് നിലച്ചാൽ മതി നമ്മുടെ അഹംഭാവം അങ്ങ് പോകാൻ. അതുകൊണ്ട് മരണത്തെ പറ്റിയുള്ള ചിന്ത എപ്പോഴും നമ്മുടെ കൽബിലുണ്ടാവണം. മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ നമ്മൾ, അല്ലാതെ ജീവിക്കാൻ
വേണ്ടി ജീവിക്കുന്നവരല്ല, മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ നമ്മള്. നമ്മുടെ തൊട്ടടുത്തിരുന്നവരൊക്കെ മരണപ്പെട്ടു പോയി, നമ്മുടെ ഇടഭാഗത്തുണ്ടായിരുന്നവരൊക്കെ മരണപ്പെട്ടു പോയി, നമ്മുടെ പിതാക്കന്മാരൊക്കെ ഖബറിന്റെ ഉള്ളിലായി. ഒരു കാലത്ത് നമ്മുടെ തെന്നല മർക്കസിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ബഹുമാനപ്പെട്ട കൊണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു സ്വർഗത്തിന്റെ ദറജ കൊണ്ട് ഉയർത്തട്ടെ, വിശാലമാക്കട്ടെ, ആമീൻ. ആ കൊണ്ടൂർ ഉസ്താദിനെ പോലത്തെ ആളുകൾ ഖബറിലെത്തി. ഏത് വയലുണ്ടാകുമ്പോഴും അവിടെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ സലാത്തു താജ് ഉറക്ക ചെല്ലാൻ വേണ്ടി പ്രഖ്യാപിച്ചിരുന്ന കൊണ്ടൂർ ഉസ്താദിന്റെ ശബ്ദം ഇന്നും ഇവിടെ പ്രകമ്പനം കൊള്ളുകയാണ്. അതിന്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ ഇന്നും തങ്ങി നിൽക്കുകയാണ്. ആ മഹാൻ ഖബറിലെത്തി. തൊട്ട് കൂടെ കിടന്നിരുന്ന മറ്റു പലരും ഖബറിലെത്തി. മരണം ഒരു ശാസ്ത്രത്തിനും ഒരു യുക്തിവാദിക്കും ഒരു നിരീശ്വരവാദിക്കും പിടിച്ചു കെട്ടാൻ വയ്യാത്തൊരു കാരണമാണ്. അതുകൊണ്ട് മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഇസ്ലാം തുറന്നു കാണിച്ചു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും മനുഷ്യവർഗങ്ങളെയും മുഴുവൻ പടച്ചത് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാനാ. നമ്മളോട് ജീവിക്കണം എന്തിനാ മോനെ? കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. കോളേജ് ഉണ്ടാക്കണത് എന്താ? ഇബാദത്തെടുക്കാനാ. ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടിയാ. ഇതൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഇബാദത്താണ്. അവർ നമ്മളെ നേരത്തെ ബഹുമാനപ്പെട്ട മാനുവാജി പറഞ്ഞ പോലെ നിസ്കാരത്തിന്റെ കാര്യം പെർഫെക്റ്റ് ആക്കണം കേട്ടോ. സാധാരണക്കാരായ നമ്മൾ അതെങ്കിലും അത് ഏറ്റവും വലിയ ഇബാദത്ത്, ആരാധനയുടെ ഏറ്റവും വലിയ മൂർത്തീഭാവമാണ് നിസ്കാരം. അതുകൊണ്ട് ഒരു വക്കത്ത് നിസ്കാരം ഖളാക്കരുത്. അതിന്റെ സുന്നത്തുകൾ നിസ്കരിക്കുക, നിസ്കാരത്തിൽ കറക്റ്റായിട്ട് സൂക്ഷ്മത പാലിക്കുക. വരുന്നു വിശുദ്ധ റമളാൻ. വെളിപ്പാടകല് നമ്മളോട് സലാം ചൊല്ലി വരുന്ന കാത്തിരിക്കുക റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ നമ്മളിപ്പോൾ ദ്വാരക്കുന്നു. ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റമളാന് വേഗം കൊണ്ടുപോവാ പടച്ചോനെ. ദീർഘായുസ്സുവായില്ല, ഇബാദത്തെടുക്കാൻ, നിസ്കരിക്കാൻ, സുജൂദ് ചെയ്യാൻ, ഖുർആൻ ഓതാൻ ഒക്കെ അല്ലാഹുവിനോട് ദ്വാരക്കുന്നില്ലേ? ആ റമളാൻ വരാൻ പോകുന്നു. ഇബാദത്തിന് വേണ്ടി സന്നദ്ധരാകുക. ആരോഗ്യമുള്ള കാലം ധാരാളം അല്ലാഹുക്ക് ഇബാദത്തെടുക്കുക. ചിലവരുടെ ഒരു ധാരണ ഉണ്ട്, ഇപ്പൊ തന്നെ തഹജ്ജുദൊക്കെ നിസ്കരിക്കണം. ഇപ്പൊ ഒരു 10-22 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതൊരു 55-60 ആവുമ്പോ നമുക്ക് തുടങ്ങാതെ. ഇപ്പൊ പോയി തഹജ്ജുദ് നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മോശമല്ലേ? അതൊക്കെ വയസ്സന്മാർക്ക് പറഞ്ഞല്ലേ. ആരോഗ്യമുള്ള മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിന്റെ പവറ് ആരോഗ്യമില്ലാത്ത വയസ്സായിക്കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിനില്ല. യുവാവിന്റെ ഇബാദത്തിനാണ് അല്ലാഹുവിന്റെ അടുത്ത് കൂടുതൽ പവറുള്ളത് വയസ്സന്റെ ഇബാദത്തിനേക്കാൾ. കാരണം വയസ്സിനൊക്കെ ഗ്യാരണ്ടിയും വാറണ്ടിയൊക്കെ പോയി എന്ന് അവനറിയാം. ഇനി ഒരു രക്ഷയില്ല, അവസാനത്തെ കൈയാണ് ഇത്. അത് ചിരിച്ചു ചെയ്യുന്ന കുറെ ആൾക്കാർ എല്ലാവരും അങ്ങനെയല്ല ഉണ്ടാവാം. അതേ സമയത്ത് എല്ലാ തെറ്റും ചെയ്യാൻ എല്ലാ സാഹചര്യവും എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടായിട്ട് പോലും അല്ലാഹുവിന് വേണ്ടി ഖൽബ് ധരിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, നാം ഇരുളിന്റെ മറവിൽ തഹജ്ജുദ് നിസ്കരിക്കുക, റവാത്തിബ് സുന്നത്തുകൾ മുടങ്ങാതെ നിസ്കരിക്കുക, ഔറാദുകൾ ധാരാളം ചൊല്ലുക. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ ഔറാദ് ഇല്ല എന്ന് പറഞ്ഞാൽ പിരാന്ത. മഗ്‌രിബിന്റെ ശേഷം എന്തേലും ഇങ്ങനെ കാട്ടിനാണ്ടാ പറയും, എന്ത് വിരാന്ത അല്ലേ? ആർക്കൊരു വിഷം. അങ്ങാടി കൂടങ്ങൾ ഇപ്പോൾ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീനുൽ ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകണേ എത്ര ചെറുപ്പക്കാരുണ്ട്? ഞാൻ ഹിന്ദു സമുദായത്തിലെ ഒരു വിഭാഗത്തിനെ നമുക്കതിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടി വരിക. ശബരിമലയിലേക്ക് പോകേണ്ട സമയം വന്നാൽ, തുലാമാസം വന്നാൽ കുളിച്ച് കുറിയിട്ടിട്ട് എല്ലാ ഹിന്ദുക്കളും MA കാരനും BA കാരനും ആരും, ഏത് ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റ് അല്ലാത്തവനും ഒരാൾ വിളിച്ചു കൊടുക്കും, സ്വാമിയേ, എല്ലാവരും പറഞ്ഞു ശരണമയ്യപ്പ. കണ്ട, അങ്ങാടിയായാലും റോഡായാലും പമ്പയിലും അവർ ഇവിടുന്നാണ് പുറപ്പെട്ട അവിടുന്ന് വരുന്നവര്. നമുക്ക് പറയാൻ വിഷമം. ആ ഒരു മതവിശ്വാസമാണ് അവർ ഉയർത്തിക്കാണിക്കാൻ. അതുകൊണ്ട് നമ്മൾ അങ്ങാടിയിലൂടെ ദിക്ർ ചൊല്ലി നടന്ന ഭ്രാന്തനല്ല. അങ്ങാടിയിലൂടെ നമുക്ക് ദിക്ർ ചൊല്ലി നടക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. നമ്മുടെ വിശ്വാസമാണത് കേട്ടോ. നമ്മള് തോരക്ക് വലിച്ചെറിഞ്ഞതൊക്കെ ഇപ്പൊ മറ്റൊരു പൊടി തട്ടിയെടുത്ത് കീശയിലും വെക്കുക. കണ്ടില്ലേ? മാല ഓതാൻ പാടില്ല, അത് ശിർക്കാണ്, കിർക്കാണ്, കുർക്കാന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരിപ്പോ മാല പൊടി തട്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നു. പുതിയ അവതാരം. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനല് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 2ാം ജന്മദിനം കോഴിക്കോട് ടാഗോർ ഹാളിൽ ആഘോഷിച്ചപ്പോ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിന്റെ മുമ്പില് ലൈവായിരുന്നു കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ പ്രധാന പരിപാടി അവതരിപ്പിച്ചത് MN കാരാശ്ശേരി എന്ന് പറയുന്ന നിസ്വുമായിരിക്കുന്ന പകുതി വിശ്വാസവും പകുതി വിശ്വാസം ഇല്ലാത്തവനുമായ MN കാരാശ്ശേരിയ.
എം കാരാശ്ശേരി അന്ന് എന്റെ അവതരിപ്പിച്ച പ്രധാന അജണ്ട ബഷീർമാല പാടുക. മൊയ്തീമാല പോലൊരു ബഷീർമാല മൂപ്പരുണ്ടാക്കിയെടുക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാല പാടുക. പേരും സ്വതയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത പേദാമ്പാർ. ഇതുപോലെ ബഷീറിനെ പറ്റിയിട്ടുള്ള ഒരു മാല. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ മാല അറിയണ ഏതെങ്കിലും കുട്ടികളുടെ മോനെ അറിയാവനെ മൊയ്തീമാല അറിയോ? നമ്മൾ സ്റ്റേജിൽ മൊയ്തീമാല ആലപിക്കണം. 450 കൊല്ലത്തിന്റെ ഇടയില് കേരളം കണ്ട ഏറ്റവും വലിയ മലയാള സാഹിത്യം മുഹ്യിദ്ദീൻ മാലയാണ് എന്ന് കേരള ചരിത്രകാരകന്മാരുടെ ജാമിഉമാനിയുമായ ഫത്വ വന്നു. MT വാസുദേവൻ നായർ പറയുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യം മൊയ്തീൻ മാലയാണ്. കോവൂര് പറയുന്നു മൊയ്തീൻ മാലയാണ്. ദേവൻ പറയണോ മൊയ്തീൻ മാലയാണ്. എല്ലാരും പറയണു മൊയ്തീൻ മാലയാണ്. റാത്തീബായാലും മാലയായാലും ഒക്കെ അത് ശാസ്ത്രീയ പൊക്കങ്ങള്. പണ്ട് ഇവിടെ റാത്തീബൊക്കെ ഉണ്ടാവും, നമ്മുടെ തെന്നലയിൽ ഉണ്ടാവും എന്ന് എൻ്റെ വിശ്വാസം. പൗരാണിക സ്ഥല റാത്തീബ് ചെല്ലുന്നത് ഒരു മോശമായ ഏർപ്പാടായിട്ട് ചില ആളുകൾ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത്. ഇപ്പോൾ റിഫായിയ റാത്തീബിലും മൊയ്തീൻ റാത്തീബിലൊക്കെ ഒരു വാക്കുണ്ട്, ഹാ ഹൂ ഹീ ഹയ്യ. അല്ലേ? ഹാ ഹൂ ഹീ ഹയ്യ. നമ്മളെ പള്ളിയിലെ ഉസ്താദ്മാരെ 100 ആള് ഒരു പെരട മുകളിൽ കയറി നിന്നിട്ട് രാത്രി 10 മണിക്ക് ശേഷം ഇതാ അങ്ങോട്ട് ഒച്ചുണ്ടാക്കി ചെല്ലിയ. ഒരു സ്ഥലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരാൾ പോയിട്ട് ഇവിടെ തന്നെ ഈ മലപ്പുറം ജില്ലയിൽ റാത്തീബ് ചെല്ലുന്നത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അതുകൊണ്ട് റാത്തീബ് മുടക്കണോ? ഒരു തട്ടുമ്പുറത്ത് നിന്നിട്ട് 30 ആള് എന്താ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കണം? ഓൻ ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. ഇതാണ് അന്തരീക്ഷ മലിനീകരണം. അപ്പൊ എന്നെ വിളിച്ചു, ഞാൻ ഈ കമ്മീഷൻ മെമ്പർ ആയതിനു ശേഷം അവിടുത്തെ സുന്നിയാൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പെർമിഷൻ കട്ടാക്കി പറഞ്ഞു. എന്തേ? റാത്തീബ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കണോണ്ടാവാൻ പോയിട്ട് DYSPയെ കൊണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ഏത് DYSP? ഇന്ന DYSP. ഞാൻ DYSPനെ വിളിച്ചിട്ട് പറഞ്ഞു, റാത്തീബ് ചെല്ലുന്നതോടുകൂടെ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതെയാകാൻ. എന്താ കാരണം? എന്ന് പറയുമ്പോ തന്നെ കുറെ കൊതുകുകളും ജീനൊക്കെ ഔട്ടായി പോകും. അതുപോലെ തന്നെ തങ്ങി നിൽക്കുന്ന മ്ലേച്ഛമായ വായു ഒക്കെ പോയി ഒറിജിനൽ വായു ഇങ്ങനെ സംക്രമം അവിടെ തുടങ്ങും. അതുകൊണ്ട് റാത്തീബ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് സാറേ അയാളെ വിളിച്ചു പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കണമെന്ന് പറഞ്ഞു. ഓർഡർ കിട്ടി. അവിടെ വാദം നടത്തി. ഈ മലപ്പുറം ജില്ലയിലോ സ്ഥലത്ത് എന്തൊക്കെയാണ് കുരുട്ടു വിദ്യകൾ അവതരിപ്പിക്കുന്നത്? റാത്തീബ് ചെല്ലുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുണ്ടോ സുഹൃത്തെ? അങ്ങനെയാണെങ്കിൽ ഈ സമ്മേളനം നടക്കുന്നതല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലൗഡ് സ്പീക്കറിന് ഇത്ര വോൾട്ട് ശബ്ദമേ പ്രവർത്തിക്കാവൂ എന്ന് ഇവിടെ മൈക്കൊക്കെ സാങ്ഷൻ തരുന്ന പേപ്പറിന്റെ ചോട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിൽ കവിഞ്ഞ വോയിസുകൾ ഉപയോഗിച്ചാൽ നമ്മുടെ ചെവിയുടെ കർണപടത്തിന് കേട് സംഭവിക്കും. അതുകൊണ്ട് അതിലും വലിയ വോൾട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ആ വോൾട്ടാണ് നമുക്ക് അലോൺസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മുജാഹിദിന്റെ സമ്മേളനം നടന്നപ്പോ, നമ്മുടെ ചങ്ങരംകുളത്ത് നടന്നപ്പോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ സമ്മേളനം നടന്നപ്പോ അവിടെയൊക്കെ പ്രവർത്തിച്ച മൈക്കയുടെ വോൾട്ട് കൊണ്ട് എത്രമാത്രം അന്തരീക്ഷ മലിനീകരണവും അതുപോലെ തന്നെ ശബ്ദ മലിനീകരണം ഉണ്ടായത്. നമ്മൾ ആരെങ്കിലും വല്ല പരാതി കൊടുക്കാൻ പോയോ? ഇല്ല. പക്ഷെ അതൊന്നും ഇനി നടക്കില്ല. റാത്തീബ് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ട്യൂണാണ്. അതിന് ശാസ്ത്രീയ അടിത്തറണ്ട്. വെറുതെ അല്ല സുന്നികൾ ചെല്ലുന്നത്. അതിന്റെ അർത്ഥം ചോദിച്ചിട്ടായിരുന്നു നമ്മളെ ബേജാറാക്കി. മോനെ ഡോക്കെ എവിടെയായാലും റാത്തീബ് കഴിഞ്ഞിട്ട് വരുമ്പോ വല്ല ജമാഅത്തേരും കയ്യെത്തി വാട്ട് ഈസ് ദ മീനിങ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൊയ്ലിയാരെ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പഠിച്ചിട്ടുണ്ടാവില്ല ചിലതിൻ്റെ ഒന്നും. എല്ലാം പഠിച്ചോളന്നൊന്നും ഇല്ല. എങ്കിലും ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ അത് പഠിച്ചിട്ടല്ലല്ലോ നടക്കുന്നത്. അവന്മാരെ പോലത്തെ ആളുകളെ അവരുടെ വിശ്വാസം തകിടം മറിക്കാൻ വേണ്ടി ചോദിക്കും. തിരിച്ചു നിങ്ങൾ ഒരു ചോദ്യം അങ്ങ് ചോദിക്കുക, അർത്ഥം അറിയാത്തതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ലേ? ഇപ്പൊ നമ്മളെ ഇന്റർനെറ്റിന്റെ കോഡ് എന്താ? ഇന്റർനെറ്റിന്റെ കോഡ് എന്താ? www. 3 W ഇട്ടാൽ ഇന്റർനെറ്റായി. പിന്നെ നിങ്ങളുടെ സീക്രട്ട് കോഡും പാസ്വേഡും ഒക്കെ കൂടി അടിച്ചാൽ നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സോ ഓണാവും കേട്ടോ. അപ്പൊ മൊത്തം ഇന്റർനെറ്റിന്റെ കോഡ് www അടിച്ചാൽ ഇന്റർനെറ്റ് കിട്ടണമെങ്കിൽ www ആണ്. നിങ്ങൾ ചോദിക്കുക വാട്ട് ഈസ് ദ മീനിങ് www? www അർത്ഥം എന്താണ്?
അവര് പറയും അതിനങ്ങനെ അർത്ഥമൊന്നുമില്ല, അത് ഇന്റർനെറ്റിന്റെ കോഡാണ്. എന്നാ പിന്നെ ആ ഹൂ ഹി ഹൈ എന്നുള്ളത് റാത്തീബിലോ ദിക്റാ, വലിയ അർത്ഥമൊന്നുമില്ല. ജിപ്പോ അർത്ഥമുണ്ട്, അതോടെ ഇരിക്കട്ടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടോ? അർത്ഥം അറിയാത്ത എത്ര കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അലിഫ് ലാം മീം കാഫ് ഹാ യാ ഐൻ സാദ്. അതിന്റെ അർത്ഥം എന്താ? കാഫ് ഹാ യാ ഐൻ സാദ്. 5 അക്ഷര മറിയം സൂറത്തിന് തലക്ക് അള്ള കൊണ്ടുവന്നത്. വലിയ ചർച്ചയാ അതൊക്കെ. ചില സൂറത്തിന് തലക്കിലാണല്ലോ ഈ പാസ്വേഡ് അള്ള വെച്ചിട്ടുള്ളൂ, കാഫ് ഹാ യാ ഐൻ സാദ്. ഇന്റർനെറ്റ് ലോകത്ത് പഠിപ്പിച്ചത് ഖുർആൻ. അതാ ഞാൻ പറഞ്ഞത്. ലോകത്ത് ഒരു മതഗ്രന്ഥത്തിലോ ഭഗവത്ഗീതയിലോ ബൈബിളിലോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ പാസ്വേഡ് വെച്ചിട്ടുള്ള അഭ്യാസം. അത് ഖുർആനിൽ മാത്രമേ ഉള്ളൂ. കാഫ് ഹാ യാ ഐൻ സാദ്. മറിയം സൂറത്തിന്റെ തലക്ക് ഈ 5 അക്ഷരം കൊണ്ടുവരാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏറ്റവും സീരിയസ് ആയ സൂറത്ത് യാസീൻ അല്ല, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ല, അത് സൂറത്ത് മറിയമാണ്. അതുകൊണ്ടാണ് അതിന്റെ തലക്ക് 5 അക്ഷരം. എന്താ സംഭവം? പലു പറയാൻ 10 ദിവസമുണ്ട്. മറിയം യാ മറിയം അന്നാ ലകി ഹദാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഹളറത്തിലേക്ക് സ്വർഗ്ഗലോകത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോ ചോദിച്ചല്ലോ, മറിയമേ ഇത് എവിടുന്ന് വരുന്നതാണ്? മറിയം ബീവിയുടെ മറുപടി, ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് വരുന്നതാണ്. സ്വർഗത്തിലെ പഴങ്ങൾ ദുനിയാവിൽ ഭക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച മഹതിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. പരിശുദ്ധ ഖുർആനിൽ മറിയമിലേക്ക് വഹി അറിയിച്ചു എന്ന് വരെ പരാമർശമുണ്ട്. പ്രവാചകത്തിയാവാതിരുന്നത് പെണ്ണായത് കൊണ്ടാണ്. ആണായിരുന്നുവെങ്കിൽ പ്രവാചകനാവേണ്ടതാണ് വഹി കിട്ടിയാല്. ആ മറിയം ബീവിയുടെ കഥ പറയുന്ന സൂറത്ത് മറിയമിന്റെ തലക്ക് 5 അക്ഷരം പാസ്വേഡ് വെച്ചു കൊടുക്കാനുള്ള കാരണം 2000 ചില്ലാനം കൊല്ലം മുമ്പ് ഈസാ നബിയുടെ ഉമ്മയായ മറിയമിന്റെ ഗർഭപാത്രത്തില് ബാപ്പാനെ കൂടാതെ ഒരു കുട്ടി ജനിക്കുന്നു. നിങ്ങൾ ഈ വാല് കേൾക്കുന്ന തെന്നലയില് നാളെ നേരം വെളിച്ചാകുമ്പോ ഒരു പെണ്ണങ്ങാടി വന്ന് പറയാണ്, എനിക്ക് 8 മാസം പ്രഗ്നന്റ് ആണ്, ഞാൻ ഗർഭിണിയാണ്. അവളെ കല്യാണം കഴിച്ചിട്ടില്ല, രജിസ്റ്റേർഡ് വിവാഹവും കഴിച്ചിട്ടില്ല. അവൾ ആളുകൾ വിളിച്ചുകൂട്ടി, പള്ളിക്കമ്മിറ്റി ഇടപെട്ടു, നാട്ടുകാരിടപെട്ട് ചോദിച്ചു, എടി പെണ്ണേ, എവിടുന്ന ഈ 8 മാസം ഗർഭമുണ്ടാക്കിയത്? നിന്റെ ഭർത്താവുണ്ടോ? ഇല്ല. ആരാണ് ചെയ്തത്? പറ. അവള് പറയാണ്, ഇത് വെറുതെ ഇങ്ങനെ ഉണ്ടായതാണ്. എന്നൊരു പെണ്ണ് പറഞ്ഞാൽ നിങ്ങളും ഞാനും പറയും തലക്ക് വട്ടുപിടിച്ച കേസാണ്. എന്നാൽ പെണ്ണിന്റെ ഗർഭപാത്രത്തില് 2008 ആളറിയാത്ത കുട്ടി ജനിച്ചാൽ അതിന്റെ വാപ്പാനെ കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ ഉണ്ട്. അതിന്റെ പേര് DNA എന്ന് പറയുന്ന ടെസ്റ്റാണ്. DNA ടെസ്റ്റ് നടത്തിയാല് ഒരു 25,000 രൂപ ചെലവഴിച്ചാല് ഏത് പിതൃത്വവും തെളിയിക്കാനുള്ള മെഡിക്കൽ ശാസ്ത്രം ഇന്ന് വികസിച്ചിട്ടുണ്ട്. എന്നാൽ 2000 കൊല്ലം മുമ്പ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയമിന്റെ വയറ്റിൽ പിറക്കുമ്പോ ലോകത്ത് DNA കോഡ് കണ്ടുപിടിച്ചിട്ടില്ല, ശാസ്ത്രം വളർന്നിട്ടില്ല. മറിയമിന്റെ വയറിങ്ങനെ വീർത്തു വരികയാണ്, പ്രസവത്തിനോടടുക്കുകയാണ്. നാട്ടുകാര് പറഞ്ഞു മറിയം പിഴച്ചു പോയിരിക്കുകയാണ്, വ്യഭിചരിച്ചിരിക്കുകയാണ്, പുരുഷനെ അപകർത്തായി കയറി പിടിച്ചിരിക്കുകയാണ്, കാമുകനെ കൊണ്ട് ഗർഭം ധരിച്ചിരിക്കുകയാണ്, തേവടിച്ചയാണ്, തെമ്മാടിച്ചയാണ്. മറിയമിനെ പറ്റി വളരെ മോശമായ പരാമർശം നടത്തിയപ്പോ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തമ്പുരാനെ, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, ആളുകൾ എന്നെ തേവിടിച്ച് എന്ന് വിളിക്കുന്നു. മറിയം ബീവിയോട് അല്ലാഹു പറയുന്നു, ഡോണ്ട് ടോക്ക്, ലിസൺ. നീ ഒരക്ഷരം ഒരാളോടും പറയണ്ട. ആർക്കെങ്കിലും വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ വാപ്പാരാണെന്ന് അറിയണമെങ്കിൽ കുട്ടിയോട് ചോദിക്കട്ടെ. വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ വാപ്പാരാണെന്ന് അറിയണമെങ്കിൽ കുട്ടിയോട് ചോദിക്കട്ടെ. മറുപടി പറയാൻ പറ്റുമോ? ഇപ്പൊ പറ്റുമോ? ഇപ്പൊ വലിയ സ്കാനിങ്ങും മണ്ണാങ്കട്ടൊക്കെ വന്ന കാലമാണല്ലോ. ഒരു 9 മാസം ഗർഭമുള്ള പെണ്ണിന്റെ പാരന്റെ അടുത്ത് ചെന്നിട്ട് വോയിസ് റെക്കോർഡ്, മൊബൈലുണ്ടല്ലോ വോയിസ് റെക്കോർഡ് കൊണ്ട് സാധനം പറഞ്ഞത് അവിടെ വീട് ചെയ്യണേ. അതുപോലെ വോയിസ് റെക്കോർഡിൽ ഒരു കോഡ് വയറ് വെള്ള വാരന്റെ മേലെ കുത്തിയിട്ട് കുട്ടിയാരാ ചോദിച്ച മറുപടി ഉണ്ടാകുമോ? ഇല്ല. ഖുർആൻ പറയുന്ന മറുപടി ഉണ്ടാകും. ചോദിക്ക്, മറിയമിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ പിതാവ് ആരാണെന്ന് ആ വയറ്റിൽ കിടക്കുന്ന കുട്ടിയോട് ചോദിക്ക്.
ചോദിച്ചില്ലേ? അതല്ലേ റിഫായിമാല പറഞ്ഞത്? മകനോ മകളോന് ചോദിച്ച നേരത്ത് മകനാർ ആഹ്മദ് ബിറന്ന് ചൊന്നോവർ. ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഉമ്മ ഗർഭം ധരിച്ചു പോയ സമയത്ത് ബഗ്ദാദിലെ പെണ്ണുങ്ങൾക്കൊരു സംശയം. വയറ്റിക്കിടക്കുന്ന റിഫായി ഷെയ്ഖിന്റെ ഉമ്മയുടെ വയറ്റിക്കിടക്കുന്ന കുട്ടി അഹ്മദ് അൽ കബീർ ആകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ? സംശയം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയണ്ണൊക്കെ ആയി ഒരു 2-3 മാസം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ അടുത്ത വീട്ടുകാരും കുടുംബക്കാരും വേണ്ടപ്പെട്ടവരൊക്കെ പെണ്ണിന്റെ വിശേഷം അറിയാൻ ഈ വീട്ടിലേക്ക് വരും. എന്നിട്ട് അമ്മായിമ്മനെ വിളിച്ചു ചോദിക്കും, മരിയോൾക്ക് വിശേഷം വല്ലതുണ്ടോ എന്നതിന്റെ അർത്ഥം മരിയോൾക്ക് വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജലദോഷം ഉണ്ടോ പനിയുണ്ടോ എന്നല്ല. ആർ യു പ്രഗ്നന്റ്, അവൾ ഗർഭിണിയാണോ എന്ന് അതിന്റെ അർത്ഥം. അതിന് കൊടുക്കുന്ന ഒരു മജാസിയായ കലാമാണ് വിശേഷം വല്ലതുണ്ടോ. പണ്ട് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ ആ പ്രസവിക്കപ്പെടാൻ പോകുന്ന കാലത്ത് ബഗ്ദാദിലെ പെണ്ണുങ്ങൾക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു. എന്താ അത്? ചില പെണ്ണുങ്ങളുടെ വയറ് വല്ലാതെ അങ്ങനെ പൂർത്തിരിക്കും. പ്രസവത്തിന് ശരീരത്തിന്റെ സൈക്കോളജിക്കൽ മെത്തേഡാ. ചില പെണ്ണുങ്ങളുടെ വയറ് വല്ലാതെ പൂർക്കും. ചിലർക്ക് ടിൻസ് ആയിരുന്നാ പോലും, എന്ന് പറഞ്ഞാൽ ഇരട്ടക്കുട്ടികളായിരുന്നാ പോലും ചിലപ്പോ വയറ് കുറവേ ഉണ്ടാവും. ശരീരത്തിന്റെ പകുതിയാ. പക്ഷെ നാട്ടിൻപുറത്തൊരു നാടൻ മസാല ഉണ്ട്. എന്താ അത്? വയറ് വല്ലാതെ പൂർത്ത പെണ്ണിന്റെ കുട്ടി ആണാണ്, വയറ് ചുരുങ്ങിപ്പോയാൽ പെണ്ണാണ്. റിഫായി ഷെയ്ഖിന്റെ ഉമ്മാനെ ഈ നിലക്ക് നാടൻ മസാല ഉപയോഗിച്ച് അവിടുത്തെ പെണ്ണുങ്ങൾ ഒന്ന് തമാശയാക്കിയതാ. തമാശ സാധാരണ പറയില്ല തമാശ. പക്ഷെ ഔലിയാക്കൾക്ക് ചിലപ്പോ തമാശ ഇഷ്ടപ്പെടില്ല, കറാമത്തായിട്ട് മറുപടി വരും. റിഫായി ഷെയ്ഖിന്റെ ഉമ്മാട് ബഗ്ദാദിലെ പെണ്ണുങ്ങൾ ചോദിച്ചു, അല്ല വയറ്റിക്കിടക്കുന്നത് ആണാ പെണ്ണാ? ഉടനെ മറുപടി വന്നു, മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാറാഹ്മദ് ബിറന്ന് ചൊന്നോവർ. വയറ്റിന്റെ അടിഭാഗത്തുനിന്ന് മറുപടി പറഞ്ഞു അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ. ബഗ്ദാദിലെ ഉമ്മമാരെ, അന അഹ്മദ് അൽ കബീർ റിഫായി, ഞാൻ അഹ്മദ് അൽ കബീറാണ്, ഞാൻ ആണാണ്, ഞാൻ കുത്തുബാണ്, ഞാൻ ഔലിയാക്കളിൽ കുത്തുബിന്റെ സ്ഥാനത്തുള്ള ആളാണ്. അന അഹ്മദ് അൽ കബീർ. ഗർഭപാത്രത്തിന്റെ ഉള്ളെന്ന് അഹ്മദ് അൽ കബീർ റിഫായി മറുപടി പറഞ്ഞു. എന്നാൽ അതിന്റെയും 1500 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് മറിയമിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുകയാണ് കൊച്ചുമോനായിക്കൊണ്ട്. ജെറുസലേമിലെ ബത്ലഹേമിലെ ജനങ്ങൾ വന്നുകൊണ്ട് വളഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, ആരാണടാ വയറ്റിക്കിടക്കുന്ന കുട്ടി നിന്റെ തന്ത? ആരാണടി നിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശുവിന്റെ അച്ഛൻ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വയറ്റിന്റെ ഉള്ളെന്ന് മറുപടി പറയുന്നു, ജനങ്ങളെ, ഞാൻ ഈസാ ഇബ്നു മറിയമാൻ, വാപ്പയില്ലാതെ ലോകത്ത് കുട്ടി ജനിക്കുന്ന ആദ്യത്തെ കുട്ടിയാണ്. ലോകശാസ്ത്രത്തിനെ ഞെട്ടിച്ച പ്രഖ്യാപനമാണത്. 2008 തെന്നലയിലെ മർക്കസിന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് പോലും അമേരിക്കയിലെ പെന്റഗണിലേക്ക് നിങ്ങൾ ടെലിഫോൺ ചെയ്ത് ചോദിക്കുക, പിതാവില്ലാതെ കുട്ടിയുണ്ടാകുമെന്ന്. ആദ്യം കണ്ടുപിടിച്ച വർഷം 2007 മോന്. പിതാവില്ലാതെ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ കുട്ടിയെ ജനിപ്പിക്കാമെന്ന് അമേരിക്ക കണ്ടുപിടിച്ച വർഷം 2007 ആണെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബി ബാപ്പയില്ലാതെ ഈ മറിയമിന്റെ വയറ്റിൽ ജനിച്ചതാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ സീക്രട്ടായി പറഞ്ഞത്, അതിന്റെ പാസ്വേഡ് 5 അക്ഷരമായി വെച്ചത് ആധുനിക ബയോളജിക്കുള്ള വെല്ലുവിളിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് സൂറത്ത് മറിയം പരിശുദ്ധ ഖുർആനില് 114 സൂറത്തുകളില് ഏറ്റവും സീരിയസ് ആയ സൂറത്തായത് കൊണ്ടാണ് അതിന്റെ തലക്ക് അല്ലാഹു കാഫ് ഹാ യാ ഐൻ സ്വാദ് 5 അക്ഷരം വെച്ചു കൊടുത്തു.
അതിൻ്റെ ആഴഭാഗത്തേക്ക് ഇനിയും കടന്നാൽ നമുക്കൊക്കെ എന്തിനാണ് അൽബക്കറയുടെ തലക്ക് അലിഫ്ലാമിയും വന്നത്? അതിനൊക്കെ വലിയ വലിയ സൈക്കോളജിക്കൽ ശാസ്ത്രീയമായ നിഗമനങ്ങളുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും നമ്മുടെ കയ്യിലുള്ള അറിവ്, നമ്മൾ നേടിയെടുക്കുന്ന വിജ്ഞാനം, ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്ന വിജ്ഞാനം, അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന അറിവ്, അത് നേടാൻ ഭാഗ്യം സിദ്ധിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ആർക്കെങ്കിലും അള്ളാഹു നാഫിയായ ഇൽമ നൽകപ്പെടുമ്പോൾ അധികരിച്ച ഖൈറുകൾ അതിന്റെ പിറകെ അള്ളാഹു നൽകും. ആ ഗണത്തിൽ അള്ളാഹു സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ തന്നില മർക്കസിന് വേണ്ടി നാട്ടിൽ നിന്നും സ്വദേശത്തു നിന്നും ധാരാളം ആളുകൾ സംഭാവന തന്നിട്ടുണ്ട്, തന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഇനിയും തരണം. അവർക്കെല്ലാം വേണ്ടി ഒരു ഫാത്തിഹ വിളിച്ച് നമുക്കൊന്ന് ദുആ ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നിരവധി ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് നിയ്യത്ത് ചെയ്യണം. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സമ്മേളനം ഇവിടെ നടക്കുന്ന ഈ വേളയിൽ ഒരു ചെറിയൊരു ആക്സിഡന്റില് നമ്മുടെ സ്ഥാപനത്തിലെ ഒരു കുട്ടിയും ആ കുട്ടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറും വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. രണ്ടുപേരുടെയും അസുഖങ്ങളെ അള്ളാഹു ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ശിഫയാക്കട്ടെ. ആമീൻ. സാധുക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ രോഗങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ബാത്തിലാകാതെ കിടക്കുന്ന സിഹറുകളുണ്ട്, ശക്തമായിരിക്കുന്ന കണ്ണീറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരു ഫാത്തിഹ ലോക നേതാവിന്റെ ഹളറത്തിലേക്ക്, മദീന മുനവ്വറയിലേക്ക് ശഅബാൻ മാസത്തിൽ വർഷിപ്പിച്ചുകൊണ്ട് നമ്മൾ മരിച്ചുപോയ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കിടക്കുന്ന എല്ലാ ഔലിയാക്കൾ സാലിഹീങ്ങളുടെ ഹളറത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു ഫാത്തിഹ ചൊല്ലിക്കൊണ്ട് ഒരു സലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് എളിയ ദുആയോടുകൂടെ പിരിഞ്ഞു പോകാം. അതിനുവേണ്ടി ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും ഒരൊറ്റ സെക്കൻഡ് ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل إلى حضرات أرواح أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا